എല്ലാവർക്കും ടീം ലക്ഷ്യയുടെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. എക്സാം എക്സ്പ്രസിന്റെ മറ്റൊരു ക്ലാസ്സുമായിട്ടാണ് നമ്മൾ മുന്നിൽ നിൽക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ ജോഗ്രഫി റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ പ്രധാനമായിട്ടും 2025 നടന്നിട്ടുള്ള +2 നിലവാരം വരെയുള്ള എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും ജോഗ്രഫി വരുന്ന ഭാഗത്തു നിന്നുമുള്ള ചോദ്യങ്ങളാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത്. പ്രധാനമായിട്ടും ഈ വരുന്ന CPO എക്സാമിനും ഫയർഫോഴ്സ് എക്സാമിനും തയ്യാറാകുന്നവർക്കും അതേപോലെ തന്നെ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി തയ്യാറാകുന്നവർക്കും ഉപകാരപ്പെടുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള ഈ എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾ വിശകലനം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. മോസ്റ്റ്ലി ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളെല്ലാം നമ്മുടെ പുതിയതായിട്ട് വന്നിട്ടുള്ള SCRT അപ്ഡേഷൻ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുമാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ കാണുന്ന ചോദ്യങ്ങൾ കാണുമ്പോഴും നിങ്ങൾക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ പ്രധാനമായിട്ടും ഈ ചോദ്യങ്ങളും ആ ചോദ്യങ്ങളുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഏകദേശം അതിലെ മുഴുവൻ കാര്യങ്ങൾ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ പോലും മാക്സിമം ആ ഒരു ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്ത് വരുന്ന മാക്സിമം കാര്യങ്ങളെ നമ്മൾ ഓരോ ക്വസ്റ്റ്യനിലും ഡിസ്കസ് ചെയ്ത് പോകും. കാരണം ആദ്യത്തെ ഒരു 5-10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് നീണ്ടു പോകുമായിരിക്കും. പക്ഷെ പിന്നീടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്രയും സമയം അവിടെ കൺസ്യൂം ചെയ്യത്തില്ല. കാരണം നിങ്ങൾക്കറിയാം, നമ്മൾ മാക്സിമം ഏരിയ കവർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ക്വസ്റ്റ്യൻസ് പിന്നീട് വരുന്നത് റിപ്പീറ്റഡ് ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, അതിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും. ഇന്ന് പ്രധാനമായിട്ടും 2025 ഏപ്രിൽ മാസം 25-ാം തീയതി നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസിൽ നിന്നുമാണ് തുടക്കം കുറിക്കുന്നത്. ആ ഓരോ ക്വസ്റ്റ്യൻസും ജോഗ്രഫി റിലേറ്റഡ് ആയിട്ട് അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന മറ്റു കാര്യങ്ങളും നമ്മൾ ഓരോ ചോദ്യങ്ങളിലും ഡിസ്കസ് ചെയ്തു പോകും. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: താഴെ തന്നിരിക്കുന്ന വാദങ്ങളിൽ പ്രാദേശികവാദത്തിന് ഉദാഹരണമല്ലാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ ചിനൂക്ക് ആണ്, ഓപ്ഷൻ ബി ലൂ ആണ്, ഓപ്ഷൻ സി ചക്രവാതമാണ്, ഓപ്ഷൻ ഡി ഹർമാറ്റൻ ആണ്. ഇതാണ് 4 ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഞാൻ ആൾറെഡി പറഞ്ഞു, 2025 ഏപ്രിൽ മാസം 28-ാം തീയതി നടന്ന എക്സാം ആണ്. 2024/49 എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ നടന്നിട്ടുള്ള ഒരു എക്സാമിന്റെ ചോദ്യപേപ്പറിലെ ചോദ്യമാണിത്. സോ ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ കണ്ടു: താഴെ തന്നിരിക്കുന്ന വാദങ്ങളിൽ പ്രാദേശികവാദത്തിന് ഉദാഹരണമല്ലാത്തത് ഏത്? ഇത് കാണുമ്പോഴേ നിങ്ങളുടെ മനസ്സിൽ ഉത്തരം വരും. കാരണം നിങ്ങൾക്കറിയാം, ചിനൂക്കും ലൂയും ഹർമാറ്റൻ എന്നൊക്കെ പറയുന്നത് പ്രാദേശികവാദങ്ങളാണ്. എന്നാൽ ചക്രവാദം എന്ന് പറയുന്നത് ഒരു പ്രാദേശികവാദമല്ല എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അസ്ഥിരവാദങ്ങൾ എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതാണ് ചക്രവാദം എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ പ്രധാനമായിട്ടും നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യമാണ്, കാറ്റിനെ നമുക്ക് പല രീതിയിൽ തരംതിരിക്കുവാൻ സാധിക്കും എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. കാറ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും പഠിക്കുന്നതാണ് കാറ്റിലെ വിവിധ ടൈപ്സ് ഓഫ് കാറ്റുകളെ കുറിച്ച് പഠിക്കാറുണ്ട്. അതിൽ പ്രധാനമായിട്ടുമുള്ള ഒന്നാണ് ആഗോളവാദങ്ങൾ അല്ലെങ്കിൽ സ്ഥിരവാദങ്ങൾ, പ്ലാനറ്ററി വിൻസ് എന്ന് നമ്മൾ വിളിക്കും. പ്രധാനമായിട്ടും ഈ ഒരു ആഗോളവാദങ്ങൾ അല്ലെങ്കിൽ പ്ലാനറ്ററി വിൻസിനെ നമുക്ക് പ്രധാനമായും 3 മേഖലകൾ അല്ലെങ്കിൽ 3ആയിട്ട് തരംതിരിക്കാൻ പറ്റും. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് വാണിജ്യവാദങ്ങൾ, മറ്റൊന്ന് പശ്ചിമവാദങ്ങൾ, മറ്റൊന്ന് ധ്രുവീയവാദങ്ങൾ. പ്രഷർ ബെൽറ്റുകളും വിൻഡും എന്ന് പറയുന്ന ടോപ്പിക്ക് അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. SCRTയിൽ നിന്ന് തന്നെയാണ് പലപ്പോഴും അതിനകത്തുള്ള ചോദ്യങ്ങൾ നമ്മൾ കാണാറുള്ളത്. സോ അവിടെ നിങ്ങൾ അത്രയും പ്രയോറിറ്റി കൊടുത്ത് അത് പഠിച്ചു വെക്കുക. നിങ്ങൾ ഈ കാണുന്നത് പ്രഷർ ബെൽറ്റുകളുടെ ഒരു ഫിഗർ ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. നമുക്കറിയാം, നമ്മുടെ ഭൂമധ്യരേഖാ പ്രദേശത്ത് പൊതുവെ അനുഭവപ്പെടുന്നത് ഒരു ലോ പ്രഷർ ബെൽറ്റ് ആണ് എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. കാരണം സൂര്യപ്രകാശം അത്യാവശ്യം എപ്പോഴും കിട്ടുന്നത് കൊണ്ട് തന്നെ ആ പ്രദേശം നല്ല രീതിയിൽ ചൂടാവുകയും അവിടെ ഒരു ലോ പ്രഷർ ബെൽറ്റ് എപ്പോഴും ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. അതിന്റെ മുകളിലേക്ക് നിങ്ങൾ പോകുമ്പോൾ കാണുന്ന ഈ ഒരു മേഖലയിൽ കാണുന്നത് ഒരു ഹൈ പ്രഷർ സോണാണ്. അതിന്റെ മുകളിൽ വീണ്ടും നിങ്ങൾ കാണുന്നത് ഒരു ലോ പ്രഷർ സോണാണ്. ഈ ഓരോ പ്രഷർ ബെൽറ്റുകൾക്കും ഇടയിൽ കാണപ്പെടുന്ന കാറ്റുകളാണ് ഈ പറയുന്ന വാണിജ്യവാദങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന സ്ഥിരവാദങ്ങൾ അല്ലെങ്കിൽ ആഗോളവാദങ്ങൾ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ടൈപ്പ് ഓഫ് വിൻസ്. അതായത് പ്രധാനമായിട്ടും ഈ ഒരു ഇക്വിറ്റോറിയലിന്റെ 2 വശങ്ങളിലും നിങ്ങൾ കാണുന്ന കാറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് വാണിജ്യവാദങ്ങൾ എന്ന് വിളിക്കുന്ന കാറ്റുകൾ. അതിന് മുകളിലായിട്ട് നിങ്ങൾ കാണുന്നതാണ് പശ്ചിമവാദങ്ങൾ. അതിന് മുകളിലായിട്ട് നിങ്ങൾ കാണുന്നവയാണ് ധ്രുവീയവാദങ്ങൾ എന്ന് പറയുന്ന കാറ്റുകൾ. അപ്പൊ പ്രധാനമായിട്ടും ആഗോളവാദങ്ങളെ 3ആയിട്ട് തരംതിരിക്കുന്നു. ഒന്ന് വാണിജ്യവാദങ്ങൾ, മറ്റൊന്ന് പശ്ചിമവാദങ്ങൾ, മറ്റൊന്ന് ധ്രുവീയ പൂർവവാദങ്ങൾ. കാറ്റിനെ കുറിച്ച് പറയുമ്പോൾ, കാറ്റ് എപ്പോഴും സഞ്ചരിക്കുന്നത് ഒരു ഉയർന്ന മർദ്ദത്തിൽ നിന്നും താഴ്ന്ന മർദ്ദത്തിലേക്കാണ്. എന്താണ് കാറ്റ് എന്ന് ചോദിച്ചാൽ, വായുവിന്റെ തിരശ്ചീനമായിട്ടുള്ള ചലനം. അതേപോലെ നിങ്ങൾക്കറിയാവുന്ന കാറ്റിന്റെ മറ്റൊരു പോയിന്റ് കൂടെയുണ്ട്. കാറ്റുകൾക്ക് എപ്പോഴും നമ്മൾ പേരുകൾ കൊടുക്കുന്നത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയ? കാറ്റ് എവിടെ നിന്നാണോ വരുന്നത് അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് കാറ്റുകൾക്ക് നമ്മൾ പേര് കൊടുക്കാറുള്ളത്. ദെൻ കാറ്റിന് ഒരു പ്രോപ്പർട്ടിയുടെ ഞാൻ പറയുകയാണ്, ഇത് ഭൂമിയാണെങ്കിൽ
ഭൂമധ്യരേഖാ പ്രദേശത്ത് നിന്നും ഒരു വസ്തു മുകളിലേക്ക് പോകുമ്പോൾ അതിന് വലത്തോട്ട് ഒരു ചായ്വുണ്ടാകും. അതേപോലെ ഭൂമധ്യരേഖയിൽ നിന്നും താഴോട്ട് ഒരു വസ്തു പോകുമ്പോൾ അല്ലെങ്കിൽ ദക്ഷിണാർത്ഥ ഗോളത്തിലേക്ക് ഒരു വസ്തു പോകുമ്പോൾ അതിന് ഇടത്തോട്ട് ഒരു ചായ്വുണ്ടാകും. അതിനെ നമ്മളൊരു പേര് വിളിക്കും, കൊറിയോലിസ് എഫക്റ്റ്, കൊറിയോലിസ് ഫോഴ്സ് എന്നൊക്കെ നമ്മൾ പറയും. കൊറിയോലിസ് ഫോഴ്സിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഒരു വസ്തു മുകളിലേക്ക് എറിയുമ്പോൾ അല്ലെങ്കിൽ ഒരു വസ്തു ഭൂമധ്യരേഖയിൽ നിന്നും ധ്രുവപ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ, ഉത്തരാർത്ഥ ഗോളത്തിലേക്ക് പോകുമ്പോൾ ആ വസ്തുവിന് വലത്തോട്ടൊരു ചായ്വുണ്ടാകും. അതേസമയം ഒരു വസ്തു ഭൂമധ്യരേഖയിൽ നിന്നും ദക്ഷിണാർത്ഥ ഗോളത്തിലെ ധ്രുവീയ മേഖലകളിലേക്ക് പോവുകയാണെങ്കിൽ അതിന് ഇടത്തോട്ടും ഒരു ചായ്വുണ്ട്. അത് വച്ചിട്ടാണ് ഈ കാറ്റുകൾക്കും വളവുകൾ സംഭവിക്കുന്നത് എന്നും നിങ്ങൾക്കറിയാം. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. ആഗോളവാദങ്ങൾ പ്രധാനമായും 3 ടൈപ്പ്: വാണിജ്യവാദം, പശ്ചിമവാദം, ധ്രുവീയ പൂർവ്വവാദം. നിങ്ങൾ ഈ കാണുന്നത് ഇക്വിറ്റോറിയൽ ലോ പ്രഷർ സോൺ ആണ്. ഈ ഇക്വിറ്റോറിയൽ ലോ പ്രഷർ സോണിലേക്ക് കടന്നു വരുന്ന കാറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് വാണിജ്യവാദങ്ങൾ എന്ന് പൊതുവെ പറയാറുള്ളത്. അതിന്റെ മുകളിലായിട്ട് നിങ്ങൾ കാണുന്നവയാണ് പശ്ചിമവാദങ്ങൾ എന്ന് പറയുന്ന കാറ്റുകൾ. അതിന്റെയും മുകളിലായിട്ട് നിങ്ങൾ കാണുന്നവയാണ് പോളാർ ഈസ്റ്റർലീസ് അല്ലെങ്കിൽ ധ്രുവീയ പൂർവ്വവാദങ്ങൾ എന്ന് പറയുന്ന കാറ്റുകൾ. സോ ഇതാണ് ഒന്നാമത്തെ കാറ്റഗറി ഓഫ് കാറ്റ്. നമുക്ക് അടുത്ത രണ്ടാമത്തെ കാറ്റഗറിയിലേക്ക് പോവാം. രണ്ടാമത് പ്രധാനമായിട്ടുമുള്ള കാറ്റാണ് കാലികവാദങ്ങൾ അല്ലെങ്കിൽ സീസണൽ വിൻസ് എന്ന് നമ്മൾ വിളിക്കുന്നവ, അല്ലെങ്കിൽ പീരിയോഡിക് വിൻസ് എന്ന് വിളിക്കുന്നവ. അതായത് സീസണൽ ആയിട്ട് നമ്മൾ കാണുന്ന ചില കാറ്റുകൾ. ഇപ്പൊ മൺസൂൺ കാറ്റ് നമ്മൾ സീസണൽ ആയിട്ട് കാണുന്ന ഒരു കാറ്റാണ് മൺസൂൺ കാറ്റ്. അതേപോലെ മറ്റൊന്നാണ് പർവ്വതക്കാറ്റും കരക്കാറ്റും. കാലികവാദങ്ങൾക്ക് എക്സാമ്പിൾ ആണ് മൺസൂൺ കാറ്റ്, പർവ്വതക്കാറ്റ്, കരക്കാറ്റ്, കടൽക്കാറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്ന കാറ്റുകൾ. എന്താണ് കരക്കാറ്റ്, എന്താണ് കടൽക്കാറ്റ് എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. കരയിൽ നിന്നും കടലിൽ നിന്നുമുള്ള കാറ്റുകളെയാണ് നമ്മൾ കരക്കാറ്റും കടൽക്കാറ്റ് എന്നൊക്കെ പൊതുവെ പറയാറുള്ളത്. ഇതിൽ കരക്കാറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ആ പേര് വന്നിരിക്കുന്നത് എവിടെ നിന്നാണ് എന്ന് ചോദിച്ചാൽ അതും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. കരയിൽ നിന്നും കടലിലേക്ക് വീശുന്ന കാറ്റിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? കരക്കാറ്റ്. എന്നാൽ കടലിൽ നിന്നും കരയിലേക്ക് വീശുന്ന കാറ്റിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? കടൽക്കാറ്റ് എന്നും വിളിക്കാറുണ്ട്. ഇവിടെ നിങ്ങൾ ഈ ഒരു ഇമേജ് കാണുമ്പോൾ നിങ്ങൾക്ക് അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാവും. ലാൻഡ് ബ്രീസും സീ ബ്രീസും നിങ്ങൾക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ മറ്റൊന്നാണ് പർവ്വതക്കാറ്റും താഴ്വാരക്കാറ്റും എന്ന് പറയുന്ന 2 ടൈപ്പ് ഓഫ് കാറ്റുകൾ. പർവ്വതക്കാറ്റും താഴ്വാരക്കാറ്റും എന്ന് പറയുന്നതും ഈ പറയുന്ന കാലികവാദങ്ങൾക്ക് ഉദാഹരണമാണ്. സോ ഇതാണ് പ്രധാനമായിട്ടും കാലികവാദങ്ങൾ അല്ലെങ്കിൽ സീസണൽ വിൻസ് അല്ലെങ്കിൽ പീരിയോഡിക് വിൻസ് എന്ന് പറയുന്ന ടൈപ്പ്. അടുത്ത മറ്റൊരു ടൈപ്പ് ഓഫ് കാറ്റാണ് ഈ പറയുന്ന അസ്ഥിരവാദങ്ങൾ അല്ലെങ്കിൽ വേരിയബിൾ വിൻസ് എന്ന് വിളിക്കുന്ന കാറ്റഗറി. അതിനകത്താണ് ഈ പറയുന്ന ചക്രവാതങ്ങളും പ്രതിചക്രവാതങ്ങളും വരാറുള്ളത്. സൈക്ലോൺസും ആന്റി സൈക്ലോൺസും എല്ലാം വരുന്നത് ഏതിലാണ് എന്ന് ചോദിച്ചാൽ അത് അസ്ഥിരവാദങ്ങൾ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത്. നിങ്ങൾ ഈ കാണുന്നതാണ് സൈക്ലോൺസിന്റെയും ആന്റി സൈക്ലോൺസിന്റെയും ഒരു ഫിഗർ. അതായത് ഒരു ലോ പ്രഷറും ഹൈ പ്രഷറും ഉണ്ടാകുമ്പോൾ അവിടെ കാറ്റുകൾക്കുണ്ടാകുന്ന ചലനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ചക്രവാതങ്ങൾ പറയാറുള്ളത്. അതിൽ ചക്രവാതം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, ഉള്ളിൽ ലോ പ്രഷർ ആണ് കാണപ്പെടുന്നത്, പുറത്താണ് ഹൈ പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഹൈ പ്രഷറിൽ നിന്നും ലോ പ്രഷറിലേക്കായിരിക്കും കാറ്റിന്റെ ഒരു ഒഴുക്ക് സംഭവിക്കുന്നത്. എന്നാൽ പ്രതിചക്രവാതം നിങ്ങൾ കണ്ടോ, ആന്റി സൈക്ലോൺസ് കണ്ടോ, സെന്ററിലെ ഒരു ഹൈ പ്രഷർ ആണ്, ചുറ്റും എന്താണ്? ലോ പ്രഷർ ആണ്. നടുക്ക് നിന്നും പുറത്തേക്ക് കാറ്റുകൾ കടന്നു വരും. അതാണ് എന്തെന്ന് പറയുന്നത്? പ്രതിചക്രവാതം എന്ന് പൊതുവെ പറയാറുള്ളത്. ഇതാണ് 2 ടൈപ്പ് ചക്രവാതങ്ങൾ എന്ന് പറയുന്നത്. ഫൈനലി നമ്മൾ പ്രാദേശികവാദങ്ങളിലേക്ക് പോവുകയാണ്. കാരണം നമ്മുടെ ചോദ്യം പ്രാദേശികവാദങ്ങളാണ്. നമ്മളിപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ തൽക്കാലം പ്രാദേശികവാദങ്ങൾക്ക് മാത്രം നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാം. ബാക്കിയുള്ള കാറ്റുകളെ കുറിച്ച് മറ്റൊരു ചോദ്യത്തിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കടന്നു പോകാം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്ന പ്രധാനപ്പെട്ട ആദ്യത്തെ ഒരു മേഖല എന്ന് പറയുന്നത് പ്രാദേശികവാദങ്ങളെ കുറിച്ചാണ്. പ്രാദേശികവാദങ്ങൾക്ക് മറ്റു കാറ്റുകളെ അപേക്ഷിച്ചുള്ള ഏറ്റവും വലിയ ഒരു ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ, മറ്റു കാറ്റുകളെ പോലെ ലോകമെമ്പാടുമോ അല്ലെങ്കിൽ സ്ഥിരമായിട്ടോ അല്ല ഈ കാറ്റുകൾ കാണപ്പെടുന്നത്. ചില പ്രദേശങ്ങളിൽ മാത്രമായി പ്രാദേശികമായി ലോക്കലി മാത്രം കാണപ്പെടുന്ന കാറ്റുകളെയാണ് നമ്മൾ പ്രാദേശികവാദങ്ങൾ അല്ലെങ്കിൽ ലോക്കൽ വിൻസ് എന്ന് വിളിക്കുന്ന ഈ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്. നിങ്ങൾ ഈ ഒരു മാപ്പിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് ലോക്കൽ വിൻസ് അല്ലെങ്കിൽ പ്രാദേശികവാദങ്ങൾ കാണാൻ പറ്റും. ദാ ഇവിടെ നിങ്ങൾ കാണുന്നത് ചിനൂക്ക് എന്ന് പറയുന്ന ഒരു കാറ്റ്. ദെൻ അതേപോലെ നിങ്ങൾ കാണുന്ന മറ്റൊന്നാണ് ബ്ലിസാർഡ്സ് എന്ന് പറയുന്നത്. അതേപോലെ നിങ്ങൾക്ക് പാമ്പറോ കാണാം. ഇങ്ങനെ ഒരുപാട് കാറ്റുകൾ ഇവിടെ കാണാം. നമ്മൾ ഇതിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന കാറ്റുകളെ കുറിച്ചാണ്, ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന പ്രാദേശികവാദങ്ങളെ കുറിച്ചാണ് ഇവിടെ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ പറയുന്ന കാറ്റുകളുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, മറ്റു കാറ്റുകളെ അപേക്ഷിച്ച് താരതമ്യേന ചെറിയ പ്രദേശത്ത് മാത്രമായി അനുഭവപ്പെടുന്ന കാറ്റുകളാണ് പ്രാദേശികവാദങ്ങൾ എന്ന് വിളിക്കുന്നത്. മറ്റു കാറ്റുകളെ അപേക്ഷിച്ച് താരതമ്യേന ചെറിയ പ്രദേശത്ത് മാത്രമായി അനുഭവപ്പെടുന്ന കാറ്റുകളെയാണ് നമ്മൾ പ്രാദേശികവാദങ്ങൾ എന്ന് വിളിക്കുന്നത്. ദൈനികമായോ കാലികമായോ ഭൗമ ഉപരിതലം ചൂടാകുന്നതിനെയും
തണുക്കുന്നതിലെയും വ്യത്യാസങ്ങൾ നിരവധി പ്രാദേശികവാദങ്ങൾക്ക് കാരണമാകുന്നു. ദൈനികമായിട്ടോ കാലികമായിട്ടോ ഈ പറയുന്ന ഭൗമ ഉപരിതലം ചൂടാകുന്നതും തണുക്കുന്നതിനെയും ആശ്രയിച്ച് പൊതുവെ രൂപപ്പെടുന്ന കാറ്റുകളാണ് ഈ പറയുന്ന പ്രാദേശികവാദങ്ങൾ എന്ന് പറയാറുള്ള കാറ്റുകൾ. പ്രാദേശികമായ മർദ്ദ വ്യത്യാസങ്ങൾ മൂലം രൂപം കൊള്ളുന്ന ഇത്തരം കാറ്റുകൾക്ക് ശക്തിയും കുറവായിരിക്കും. പ്രാദേശികമായിട്ടുള്ള മർദ്ദവ്യത്യാസം കാരണം ഉണ്ടാകുന്നത് കൊണ്ട് ഈ കാറ്റുകളുടെ ശക്തിയും അതിനനുസരിച്ച് മാത്രമേ കാണുകയുള്ളൂ. അതാണ് ഈ കാറ്റുകളുടെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പ്രധാനപ്പെട്ട പ്രാദേശികവാദങ്ങൾ ഏതൊക്കെയാണ് എന്നുകൂടെ മനസ്സിലാക്കിയാലോ. ഇന്ത്യയിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട പ്രാദേശികവാദങ്ങൾക്ക് ഉദാഹരണമാണ് ലൂ, അതേപോലെ തന്നെ മാംഗോ ഷവർ, അതേപോലെ തന്നെ കാൽ വൈശാഖി. നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒന്നാണ് മാംഗോ ഷവർ. കേരളത്തിലുള്ളവർക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഒന്നാണ് മാംഗോ ഷവർ എന്ന് പറയുന്ന മഴ. മാങ്ങ പാകമാകുന്നതിന് സഹായിക്കുന്ന ഒരു ടൈപ്പ് കാറ്റുകൂടെയാണ്, ഒരു പ്രാദേശികവാദമാണ് മാംഗോ ഷവർ എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊന്ന്, ലോകത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ഇതുപോലെ വിവിധ തരത്തിലുള്ള പ്രാദേശികവാദങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. നിങ്ങളത് മാപ്പിനകത്ത് കണ്ടതാണ്. അതിൽ പ്രധാനമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാന പ്രാദേശികവാദങ്ങളുണ്ട്. അതാണ് ചിനൂക്ക്, ഹർമാറ്റൻ, ഫൻ എന്നൊക്കെ പറയുന്ന കാറ്റുകൾ. സോ ഇതാണ് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട മറ്റ് ചില കാറ്റുകൾ. അപ്പൊ നമുക്ക് ആദ്യം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രാദേശികവാദങ്ങളിലേക്ക് പോവാം. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രാദേശികവാദത്തിൽ ഒന്നാണ് ലൂ എന്ന് പറയുന്ന കാറ്റ്. ലൂ എന്ന് പറയുന്ന കാറ്റ് ഉത്തരേന്ത്യൻ സമതലങ്ങളിലേക്ക് വീശുന്ന ഒരു ഉഷ്ണ കാറ്റാണ് ഈ പറയുന്ന ലൂ. ഒരു പൊടിക്കാറ്റാണ് ഈ പറയുന്ന ലൂ എന്ന് പറയുന്ന കാറ്റ്. രാജസ്ഥാന്റെ പ്രദേശത്ത് നിന്നും ഇന്ത്യയുടെ സെന്ററിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയുടെ മധ്യഭാഗത്തേക്ക് കടന്നു വരുന്ന ഒരു കാറ്റാണ് ലൂ. ഇതിന്റെ ഏറ്റവും വലിയൊരു എഫക്റ്റ് എന്ന് പറയുന്നത് സെന്റർ ഇന്ത്യ അല്ലെങ്കിൽ നമ്മുടെ മധ്യ ഇന്ത്യയിലെ ടെമ്പറേച്ചർ എത്രയാണോ ഈ ലൂ വരുന്നതോടുകൂടി ആ ടെമ്പറേച്ചറിന് വലിയൊരു ഹൈക്ക് ഉണ്ടാവും. അതായത് നമ്മുടെ മധ്യ ഇന്ത്യയിൽ ഒരു 40 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് എന്ന് വിചാരിച്ചോ. ലൂ എന്ന് പറയുന്ന കാറ്റ് കടന്നു വരുന്നതോടുകൂടി ഈ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഏകദേശം ഒരു 10 ഡിഗ്രി, ഒരു 50 ഡിഗ്രി സെൽഷ്യസ് ആയിട്ടൊക്കെ ആ ടെമ്പറേച്ചർ എന്ത് ചെയ്യും, ഉയരും. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്. ഇതിനോട് അനുബന്ധിച്ചാണ് മൺസൂണും ഇന്ത്യയിലേക്ക് എത്തുന്നത്. മൺസൂണിനെ കുറിച്ചുള്ള ഒരു ചോദ്യത്തിൽ നമുക്ക് മൺസൂണിനെ കുറിച്ച് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് ഈ ലൂ എന്ന പ്രാദേശികവാദത്തെ മൺസൂണുമായിട്ട് ബന്ധിപ്പിക്കാം. അപ്പോൾ ഇപ്പൊ നമുക്ക് ഈ പറയുന്ന ലൂ എന്ന് പറയുന്ന കാറ്റ് പോലെ തന്നെ മറ്റു കാറ്റുകളെ കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പൊ ലൂ എന്ന് പറയുന്നത് ഒരു ഉഷ്ണക്കാറ്റാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി, അത് ഓക്കെ. എങ്കിൽ അടുത്ത് മനസ്സിലാക്കേണ്ട കാറ്റാണ് മാംഗോ ഷവർ എന്ന് പറയുന്ന കാറ്റ്. മാംഗോ ഷവറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിലൊക്കെ അനുഭവപ്പെടുന്ന ഒരു പ്രാദേശികവാദമാണ് മാംഗോ ഷവർ. മാംഗോ ഷവറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മാങ്ങ പാകമാകുന്നതിന് സഹായിക്കുന്ന ഒരു പ്രാദേശികവാദമാണ് മാംഗോ ഷവർ എന്ന് പറയുന്ന കാറ്റ്. സോ അതാണ് മാംഗോ ഷവറിന്റെ ഒരു പ്രത്യേകത. ദെൻ ലാസ്റ്റ് ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആളാണ് കാൽ വൈശാഖി. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, വൈശാഖ മാസത്തിലെ ദുരന്തം എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിക്കുന്ന ഒന്നാണ് ഈ പറയുന്ന കാൽ വൈശാഖി എന്ന് പറയുന്ന പ്രാദേശികവാദം. പ്രധാനമായിട്ടും പശ്ചിമ ബംഗാളിലും ബീഹാറിലും ആസാം മേഖലയിലൊക്കെ പൊതുവെ കാണപ്പെടുന്ന ഒരു കാറ്റിന് ഉദാഹരണമാണ്, അല്ലെങ്കിൽ ഒരു പ്രാദേശികവാദത്തിന് ഉദാഹരണമാണ് കാൽ വൈശാഖി. കാൽ വൈശാഖിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് PSCയുടെ ചോദ്യങ്ങളിൽ പലപ്പോഴും ഇതിന്റെ ഉത്തരം പല രീതിയിൽ PSC കൊടുത്തിട്ടുണ്ട്. ഇതൊരു പ്രാദേശികമായ മഴയായും പ്രാദേശികമായ കാറ്റായും PSC മുൻപ് ഉത്തരം കൊടുത്തിട്ടുണ്ട്. അതാണ് കാൽ വൈശാഖിയുടെ ഒരു പ്രത്യേകത. പ്രധാനമായിട്ടും എവിടെയൊക്കെയാണ് വീശുന്നത് എന്ന് ചോദിച്ചാൽ ആസാം മേഖലകളിലും പശ്ചിമ ബംഗാളിലും ബീഹാറിന്റെ പ്രദേശങ്ങളിലുമാണ് കാൽ വൈശാഖി എന്ന് പറയുന്ന കാറ്റിനെ പൊതുവെ കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ ഇന്ത്യയിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട പ്രാദേശികവാദങ്ങളെ കുറിച്ച് നിങ്ങൾക്കൊരു വ്യക്തത വന്നു എന്ന് വിചാരിക്കുന്നു. എങ്കിൽ നമ്മുടെ ലോകത്തിലുള്ള മറ്റു ചില പ്രധാനപ്പെട്ട പ്രാദേശികവാദങ്ങളെ കൂടെ നമുക്ക് പരിചയപ്പെടാം. അതിലൊന്നാണ് ചിനൂക്ക്. ചിനൂക്ക് എന്ന പേര് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരേണ്ട ഒരു സ്ഥലമുണ്ട്. അത് ഏതാണെന്ന് ചോദിച്ചാൽ റോക്കി മൗണ്ടൻസ് ആണ്. വടക്കേ അമേരിക്കയിലെ അല്ലെങ്കിൽ നോർത്ത് അമേരിക്കയിലെ റോക്കി പർവ്വതനിരയിലൂടെ വീശുന്ന ഒരു കാറ്റാണ് ഈ പറയുന്ന ചിനൂക്ക് എന്ന് പറയുന്ന കാറ്റ്. ഇതൊരു ഉഷ്ണക്കാറ്റാണ്. നല്ല തണുത്ത പ്രദേശം അല്ലെങ്കിൽ നല്ല തണുത്ത സമയത്ത് കനേഡിയൻ പ്രദേശങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ചൂട് കാറ്റാണ് ഈ പറയുന്ന ചിനൂക്ക് എന്ന് പറയുന്ന കാറ്റ്. അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിലെ ഗോതമ്പ് വിളകൾക്ക് ഒരുപാട് പ്രയോജനം കൊടുക്കുന്ന, ഗോതമ്പ് വിളകൾക്ക് ഏറെ അനുയോജ്യമായിട്ടുള്ള ഒരു കാറ്റ് കൂടെയാണ് ഈ പറയുന്ന ചിനൂക്ക് എന്ന് പറയുന്ന കാറ്റ്. അതാണ് ചിനൂക്കിന്റെ പ്രത്യേകത. അതുപോലെ മറ്റൊരു കാര്യം കൂടെ ഇവിടെ ഓർത്തു വെച്ചിരിക്കുക, ചിനൂക്ക് എന്ന വാക്ക് മീൻ ചെയ്യുന്നത് മഞ്ഞു തീനി എന്നാണ്. ചിനൂക്ക് എന്ന വാക്ക് മീൻ ചെയ്യുന്നത് മഞ്ഞു തീനി എന്നാണ് ചിനൂക്ക് എന്ന വാക്ക് മീൻ ചെയ്യുന്നത്. അപ്പൊ ചിനൂക്ക് എന്ന് പറയുന്ന കാറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ചിനൂക്ക് എന്ന പ്രാദേശികവാദം നിങ്ങൾക്ക് ക്ലിയർ ആയി. എങ്കിൽ നമുക്ക് അടുത്ത പ്രാദേശികവാദത്തിലോട്ട് പോകാം. അടുത്ത കാറ്റാണ് ഹർമാറ്റൻ. ഹർമാറ്റൻ കാറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയുടെ ഭാഗത്തൂടെ കടന്നു പോകുന്ന ഒരു പ്രാദേശികവാദമാണ് ഹർമാറ്റൻ എന്ന് പറയുന്ന കാറ്റ്.
ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഡോക്ടർ എന്നറിയപ്പെടുന്ന ഒരു കാറ്റ് കൂടിയാണ് ഹർമാറ്റൻ എന്ന് പറയുന്ന കാറ്റ്. അതായത് ആഫ്രിക്കയിലെ ഈർപ്പം നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷത്തിലേക്ക് കടന്നു വരുന്ന ഒരു കാറ്റാണ് ഈ പറയുന്ന ഹർമാറ്റൻ എന്ന് പറയുന്ന കാറ്റ്. ആ ഈർപ്പം നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷം അവിടെ അസുഖകരമായിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആണ്, അല്ലെങ്കിൽ അസുഖകരമായിട്ടുള്ള ഒരു കാലാവസ്ഥ പ്രതീതിയാണ്. ആ സമയത്താണ് ഈ പറയുന്ന ഹർമാറ്റൻ എന്ന് പറയുന്ന പ്രാദേശികവാദം വരുന്നത്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഡോക്ടർ എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ രണ്ടെണ്ണത്തെ കുറിച്ച് പഠിച്ചു. ഒന്ന് മഞ്ഞുതീനി എന്നറിയപ്പെടുന്ന ചിനൂക്കിനെ കുറിച്ച് മനസ്സിലാക്കി, മറ്റൊന്ന് ഡോക്ടർ എന്നറിയപ്പെടുന്ന ഹർമാറ്റിനെ കുറിച്ച് മനസ്സിലാക്കി. എങ്കിൽ അടുത്തതാണ് ഫെൻ. ഫെൻ എന്ന് പറയുന്ന പ്രാദേശികവാദത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, യൂറോപ്പിലെ ആൽപ്സ് പർവ്വതനിരയിലൂടെ കടന്നു പോകുന്ന കാറ്റാണ് ഈ പറയുന്ന ഫെൻ എന്ന് പറയുന്ന കാറ്റ്. യൂറോപ്പിലെ ആൽപ്സ് പർവ്വതനിരയുടെ ഭാഗത്തൂടെ, നിങ്ങൾക്കറിയാം റോക്കി പർവ്വത ഭാഗത്തൂടെ കടന്നു പോകുന്നത് ചിനൂക്കാണെങ്കിൽ, ഈ പറയുന്ന യൂറോപ്പിന്റെ ആൽപ്സ് ഭാഗത്തിലൂടെ കടന്നു പോകുന്ന കാറ്റ് ഏതാണ്? അത് ഫെൻ എന്ന് പറയുന്ന കാറ്റാണ്. അതാണ് ഫെൻ എന്ന കാറ്റിന്റെ പ്രത്യേകത. അപ്പോ പ്രധാനപ്പെട്ട പ്രാദേശികവാദങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രാദേശികവാദങ്ങൾ എന്താണ് എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടി. പ്രധാനപ്പെട്ട പ്രാദേശികവാദങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട പ്രാദേശികവാദങ്ങളാണ് ലൂ, മാംഗോ ഷവർ, കാൽ വൈശാഖി. അതേപോലെ തന്നെ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്ന പ്രാദേശികവാദങ്ങൾക്ക് ഉദാഹരണം ചോദിച്ചാൽ അത് ചിനൂക്ക്, ഹർമാറ്റൻ, ഫെൻ എന്ന് പറയുന്ന കാറ്റുകളാണ്. ഇതിൽ ചിനൂക്ക് എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, ചിനൂക്ക് എന്ന് പറയുന്നത് എന്താണ്? മഞ്ഞുതീനി. എവിടെ കൂടെ കടന്നു പോകുന്നു? റോക്കി മൗണ്ടൻസിലൂടെ കടന്നു പോകുന്നു. എന്നാൽ ഈ പറയുന്ന ഫെൻ എന്ന് പറയുന്നതോ യൂറോപ്പിലെ ആൽപ്സ് പർവ്വതനിരയിലൂടെ കടന്നു പോകുന്ന പ്രാദേശികവാദവുമാണ്. ഈ ഫെന്ന് അറിയപ്പെടുന്നത് യൂറോപ്പിലെ ചിനൂക്ക് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. കാരണം യൂറോപ്പിലെ മുന്തിരിക്കുലകൾക്ക് പാകമാകുന്നതിന് ഏറെ സഹായിക്കുന്ന ഒരു കാറ്റ് കൂടിയാണ് ഈ പറയുന്ന ഫെൻ എന്ന് പറയുന്ന കാറ്റ്. സോ ഫെന്നിന് അങ്ങനെ ഒരു പ്രത്യേകത കൂടെയുണ്ട്, അതുകൂടെ ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യവുമായി റിലേറ്റ് ചെയ്ത് കാറ്റുകളുടെ മേഖലയിൽ നിന്ന് കാറ്റുകളുടെ ക്ലാസിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് നമ്മൾ നോക്കി. അതിൽ പ്രാദേശികവാദങ്ങൾ എന്ന് പറയുന്ന കാറ്റിന്റെ വിവിധ തരത്തിലുള്ള കാറ്റുകളെ കുറിച്ച് മനസ്സിലാക്കി. ഇതിൽ PSCയുടെ ചോദ്യങ്ങളിൽ പൊതുവെ കണ്ടുവരുന്ന ചോദ്യമാണ് ലൂ എന്ന് പറയുന്ന കാറ്റ്, മാംഗോ ഷവർ, കാൽ വൈശാഖി, ചിനൂക്ക്, ഹർമാറ്റൻ, ഫെൻ എന്ന് പറയുന്ന കാറ്റുകൾ. ഇത്രയും പ്രാദേശികവാദങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുക. എളുപ്പമായിട്ടുള്ള ഒരു പോർഷനാണിത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എങ്കിൽ നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യം, ആഗ്നേയശിലയുമായി ബന്ധമില്ലാത്ത സവിശേഷത തന്നിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക. ഫസ്റ്റ് ഓപ്ഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ഈ ശിലയെ പ്രാഥമിക ശിലയെന്നും വിളിക്കുന്നു. നമ്മുടെ ചോദ്യം ആരുമായിട്ട് റിലേറ്റ് ചെയ്ത? ആഗ്നേയശിലയുമായി റിലേറ്റ് ചെയ്താണ്. ഇഗ്നിയസ് റോക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ് ഈ ചോദ്യം. നമ്മൾ ഒന്നാമത് പഠിച്ചത് വേൾഡ് ജോഗ്രഫിയിലെ കാറ്റ് എന്ന് പറയുന്ന പോർഷനുമായിട്ടാണ്. ഇപ്പോൾ വേൾഡ് ജോഗ്രഫിയിലെ റോക്ക് എന്ന് പറയുന്ന മേഖലയുമായിട്ട് ബന്ധിപ്പിച്ച ചോദ്യമാണ് രണ്ടാമത്തെ ചോദ്യം. ഒന്നാമത്തെ ചോദ്യവും SCERTയിലെ ചോദ്യമാണ്, രണ്ടാമത്തെ ചോദ്യവും SCERTയിൽ തന്നെയുള്ള കണ്ടന്റ് ആണ്. ആഗ്നേയശിലയുമായി ബന്ധമില്ലാത്ത സവിശേഷത തന്നിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ഈ ശിലയെ പ്രാഥമിക ശിലയെന്നും വിളിക്കുന്നു. രണ്ടാമത്തത്, ഈ ശിലയ്ക്ക് ഒരു ഉദാഹരണമാണ് ബസാൾട്ട്. മൂന്നാമത്തത്, കേരളത്തിൽ ഏറ്റവും അധികം കാണുന്നത് ഈ ശിലയാണ്. നാലാമത്തെ ഓപ്ഷൻ, ഈ ശിലകൾ ഭൂമിക്കകത്തും പുറത്തും രൂപം കൊള്ളുന്നു. ക്ലിയർ ആണോ? അപ്പൊ ഇത്രയേ ഉള്ളൂ. ആഗ്നേയശിലയുമായി ബന്ധമില്ലാത്ത സവിശേഷതയിൽ തന്നിരിക്കുന്നവ കണ്ടെത്താൻ പറഞ്ഞാൽ ഈ ശിലയെ പ്രാഥമിക ശിലയെന്നും വിളിക്കുന്നു. ഈ ശിലയ്ക്ക് ഒരു ഉദാഹരണം ചോദിച്ചാൽ ബസാൾട്ട് ആണ്. അപ്പൊ 4 സ്റ്റേറ്റ്മെന്റ് ആയി. ചോദ്യം എന്താ? തന്നിരിക്കുന്നവയിൽ നിന്ന് ആഗ്നേയശിലയുമായി ബന്ധമില്ലാത്തത് കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം എന്താണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ C ആണ്. കേരളത്തിൽ ഏറ്റവും അധികം കാണുന്നത് ഈ ശിലയാണ് എന്നുള്ളതാണ് ഇവിടുത്തെ തെറ്റായിട്ടുള്ള പ്രസ്താവന. ഈ ശിലയെ പ്രാഥമിക ശില എന്ന് വിളിക്കും. ശരി തന്നെയാണ്. ആഗ്നേയ ശിലകളെയാണ്, ഇഗ്നിയസ് റോക്കിനെയാണ് നമ്മുടെ ശിലകളുടെ മാതാവ് എന്നൊക്കെ വിശേഷിപ്പിക്കാറുള്ളത്. സോ ആഗ്നേയ ശില എന്ന് പറയുന്നത് പ്രാഥമിക ശിലയെന്നും അറിയപ്പെടാറുണ്ട്. രണ്ടാമത്തെ പോയിന്റ്, ഈ ശിലയ്ക്ക് ഒരു ഉദാഹരണമാണ് ബസാൾട്ട് എന്ന് പറയുന്നത്. ബസാൾട്ട് എന്തിന് എക്സാമ്പിൾ ആണ്? ബസാൾട്ട് ഈസ് എ ടൈപ്പ് ഓഫ് ആൻ ഇഗ്നിയസ് റോക്ക്. ഒരു ഇഗ്നിയസ് റോക്കിന്, ഒരു ആഗ്നേയ ശിലയ്ക്ക് ഉദാഹരണമാണ് ബസാൾട്ട്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറഞ്ഞു തെറ്റാണ്. കേരളത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്നത് ഏത് ശിലയാണെന്ന് ചോദിച്ചാൽ അത് ആഗ്നേയ ശിലയല്ല. അത് ഏത് ശിലയാണ്? കായാന്തരിത ശിലയാണ്, അല്ലെങ്കിൽ മെറ്റമോർഫിക് റോക്കാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. അത് നല്ലൊരു പോയിന്റ് ആണ് മക്കളെ. അത് എവിടെ നിന്ന് ചോദിച്ചെന്ന് ചോദിച്ചാൽ അതും SCERT എന്ന് ചോദിച്ച ചോദ്യമാണ്. കേരളത്തിലെ പോയിന്റും SCERTയിലെ പോയിന്റ് ആണ്. ഓക്കെ, നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇവിടെ ശ്രദ്ധിച്ചോ. ഈ ശിലകൾ ഭൂമിക്കകത്തും പുറത്തും രൂപം കൊള്ളുന്നു. ഈ ശിലകൾ ഭൂമിക്കകത്തും പുറത്തും രൂപം കൊള്ളുന്നു. അതും ശരി തന്നെയാണ്. പ്രധാനമായിട്ടും 3 ടൈപ്പിലെ ശിലകളാണുള്ളത്. ഒന്ന് ആഗ്നേയ ശില അല്ലെങ്കിൽ ഇഗ്നിയസ് റോക്ക്, രണ്ടാമത്തത് സെഡിമെന്ററി അല്ലെങ്കിൽ അവസാദ ശിലകൾ, മൂന്നാമത്തത് മെറ്റമോർഫിക് റോക്ക് അല്ലെങ്കിൽ കായാന്തരിത ശില. ഇങ്ങനെ 3 ആയിട്ടാണ് നമുക്ക് തരംതിരിക്കാൻ പറ്റുന്നത്.
നമ്മുടെ എർത്ത് സ്ട്രക്ചറിൽ അല്ലെങ്കിൽ നമ്മുടെ എർത്തിൽ നമ്മുടെ ഭൂമിയിലുള്ള ശിലകളെ പ്രധാനമായും മൂന്നായിട്ട് തരംതിരിക്കാൻ പറ്റും. ഒന്ന് ഇഗ്നിയസ് റോക്ക് അല്ലെങ്കിൽ ആഗ്നേയ ശിലകൾ എന്ന് വിളിക്കുന്ന ടൈപ്പ് ഓഫ് റോക്ക്. രണ്ടാമത്തത് സെഡിമെന്ററി റോക്സ് അല്ലെങ്കിൽ അവസാദ ശിലകൾ എന്ന് വിളിക്കുന്ന ടൈപ്പ് അവസാദ ശിലകൾ. മൂന്നാമത്തത് മെറ്റമോർഫിക് റോക്ക് അല്ലെങ്കിൽ കായാന്തരിത ശിലകൾ എന്ന് വിളിക്കുന്ന ടൈപ്പ്. ഇത് മൂന്നിനെ കുറിച്ചുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്താണ് ഈ പറയുന്ന ആഗ്നേയ ശിലകൾ എന്ന് ചോദിച്ചാൽ, ആഗ്നേയ ശിലകളെ കുറിച്ച് പറയുമ്പോൾ ശിലകളുടെ മാതാവെന്നും പ്രതിർശില എന്നും പ്രാഥമിക ശില എന്നുള്ള പേരുകളിൽ അറിയപ്പെടുന്ന ഒരു റോക്കാണ് ആഗ്നേയ ശില എന്ന് പറയുന്ന സാധനം. സോ ആഗ്നേയ ശിലകൾക്ക് ഒരുപാട് പേരുകളുണ്ട്. പ്രതിർശില, ശിലകളുടെ മാതാവ്, പ്രാഥമിക ശില എന്നെല്ലാം അറിയപ്പെടുന്നതും ആര് തന്നെയാണ്? ആഗ്നേയ ശിലകൾ തന്നെയാണ്. സോ ആഗ്നേയ ശിലകളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ എന്താണ് ആഗ്നേയ ശിലകളുടെ പ്രത്യേകത എന്ന് നമുക്ക് നോക്കാം. ഇംഗ്ലീഷിൽ ഇഗ്നിയസ് റോക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയരുന്ന ഉരുകിയ ശിലാദ്രവ്യം ഭൗമ ഉപരിതലത്തിൽ വച്ചോ ഭൂവൽക്കത്തിനുള്ളിൽ വച്ചോ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന ശിലകളാണ് ആഗ്നേയ ശിലകൾ. ഉദാഹരണം ഗ്രാനൈറ്റും ബസാൾട്ടും. സോ ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയരുന്ന ഉരുകിയ ശിലാദ്രവ്യം ഭൗമ ഉപരിതലത്തിൽ വച്ചോ ഭൂവൽക്കത്തിനുള്ളിൽ വച്ചോ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന ശിലകളെയാണ് നമ്മൾ ആഗ്നേയ ശിലകൾ എന്ന് വിളിക്കുന്നത്. അതിന് ഉദാഹരണമാണ് ഗ്രാനൈറ്റും ബസാൾട്ടും. ഇവിടെ വച്ച് തന്നെ നിങ്ങൾക്ക് രണ്ട് എക്സാമ്പിൾസ് കിട്ടുകയാണ്. ഒന്ന് ഗ്രാനൈറ്റ്, മറ്റൊന്ന് ബസാൾട്ട്. മറ്റെല്ലാ ശിലകളും ആഗ്നേയ ശിലകൾക്ക് രൂപമാറ്റം സംഭവിച്ച് രൂപം കൊള്ളുന്നതിനാൽ ആഗ്നേയ ശിലകൾ പ്രാഥമിക ശിലകൾ. അപ്പൊ എന്താണ് ആഗ്നേയ ശിലകൾ എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയരുന്ന ഉരുകിയ ശിലാദ്രവ്യം ഈ ഭൗമ ഉപരിതലത്തിൽ വെച്ചോ ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന ശിലകളാണ് ആഗ്നേയ ശിലകൾ. ഉദാഹരണം ചോദിച്ചാൽ ഗ്രാനൈറ്റും ബസാൾട്ടുമാണ് അതിന് ഉദാഹരണം. മറ്റെല്ലാ ശിലകളും ആഗ്നേയ ശിലകൾക്ക് രൂപമാറ്റം സംഭവിച്ച് രൂപം കൊള്ളുന്നതിനാൽ ആഗ്നേയ ശിലകൾ പ്രാഥമിക ശിലകളെന്നും അറിയപ്പെടുന്നു. അതാണ് ആഗ്നേയ ശിലകളെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അടുത്ത റോക്കിലോട്ട് പോകാം. മെറ്റമോർഫിക് റോക്ക്, കായാന്തരിത ശിലകൾ. ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ ശിലകൾക്ക് ഭൗതികമായും രാസപരമായും മാറ്റങ്ങൾക്ക് വിധേയമായാണ് കായാന്തരിത ശിലകൾ രൂപപ്പെടുന്നത്. ഉദാഹരണം മാർബിളും സ്ലേറ്റും. ഈ എക്സാമ്പിളുകൾ മറക്കരുത്, വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. മാർബിളും സ്ലൈറ്റും. ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണം ചോദിച്ചാൽ എന്താണ്? അത് ഗ്രാനൈറ്റും ബസാൾട്ടും. ഈ പറയുന്ന കായാന്തരിത ശിലകൾക്ക് ഉദാഹരണം ചോദിച്ചാൽ ഏതാണ്? അത് മാർബിളും സ്ലേറ്റും. കായാന്തരിത ശിലകളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത്. മെറ്റമോർഫിക് റോക്കാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ഇതാ കണ്ടല്ലോ, SCERT ഫാക്ട് ആണ് നിങ്ങൾ ഈ കാണുന്നത്. സോ അത് ഒരിക്കലും മറക്കരുത്. ഓക്കെ, അപ്പോൾ കായാന്തരിത ശിലകളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എന്നുള്ള കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ദെൻ അവസാദ ശിലകൾ, സെഡിമെന്ററി റോക്ക്. ഈ സെഡിമെന്ററി റോക്കിനെ കുറിച്ച് പറയുമ്പോൾ കാലാന്തരത്തിൽ ശിലകൾ ക്ഷയിച്ച് പൊടിയുന്നു. ഈ അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ പാളികളായി നിക്ഷേപിക്കപ്പെടുകയും പിന്നീട് അവ ഉറച്ച് വിവിധ തരം അവസാദ ശിലകളായി മാറുകയും ചെയ്യുന്നു. ഉദാഹരണം മണൽക്കല്ല്, ചുണ്ണാമ്പുകല്ല്. മണൽക്കല്ലും ചുണ്ണാമ്പുകല്ലുമാണ് ഇതിന് ഏറ്റവും പറ്റിയ എക്സാമ്പിളുകൾ. പാളികളായി രൂപപ്പെടുന്നത് കൊണ്ട് അവസാദ ശിലകൾ അടുക്കു ശിലകൾ അല്ലെങ്കിൽ സ്ട്രാറ്റിഫൈഡ് റോക്സ് എന്നും അറിയപ്പെടുന്നു. എടാ, നിങ്ങൾക്ക് മനസ്സിലായി? ആഗ്നേയ ശിലകൾക്ക് പ്രാഥമിക ശില എന്നും ശിലകളുടെ മാതാവെന്നും പ്രതിർശില എന്നും പേരുണ്ടെങ്കിൽ സ്ട്രാറ്റിഫൈഡ് ശിലകൾ, അടുക്കു ശിലകൾ എന്നറിയപ്പെടുന്നത് ഏത് റോക്കാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അത് അവസാദ ശിലകളാണ് അല്ലെങ്കിൽ സെഡിമെന്ററി റോക്കാണ്. ഇതാണ് അവസാദ ശിലകൾ അല്ലെങ്കിൽ സെഡിമെന്ററി റോക്കിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പൊ പ്രധാനപ്പെട്ട 3 ടൈപ്പ് ഓഫ് റോക്കിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ആഗ്നേയ ശില എന്താണ്, അവസാദ ശില എന്താണ്, അതുപോലെ തന്നെ ഈ പറയുന്ന കായാന്തരിത ശില എന്താണെന്ന് മനസ്സിലായി. അവിടെ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ കിട്ടി. കായാന്തരിത ശില എന്തിന് എക്സാമ്പിൾ ആണ്? കായാന്തരിത ശിലയാണ് കേരളത്തിൽ കാണപ്പെടുന്ന ശിലകൾക്ക് ഉദാഹരണം. അതും മറന്നു പോകരുത്. ലാസ്റ്റ് നമുക്കൊരു കാര്യം കൂടെ ചെയ്താലോ? ഈ പറയുന്ന വിവിധ തരത്തിലെ റോക്കുകളെ ഞാൻ 3 ബോക്സുകളിലാക്കി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ റോക്ക് ഇഗ്നിയസ് റോക്ക്, ആഗ്നേയ ശില. ആഗ്നേയ ശിലയ്ക്കുള്ള എക്സാമ്പിളുകൾ എന്തൊക്കെയാണ്? നമുക്കറിയാവുന്നത് 2 എക്സാമ്പിൾ ആണ്. ഒന്ന് ഗ്രാനൈറ്റ്. അപ്പോ ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണം ചോദിച്ചാൽ ഒന്ന് ഗ്രാനൈറ്റ്, നിങ്ങൾക്ക് അറിയാവുന്ന എക്സാമ്പിൾ. മറ്റൊരു എക്സാമ്പിൾ നിങ്ങൾ കേട്ടു, ബസാൾട്ട്. മക്കളെ, അത് പക്ഷേ ഈ 2 പേര് മാത്രം പഠിച്ചു പോയാൽ പോരാ, നമ്മൾ വേറെ എക്സാമ്പിൾ അറിഞ്ഞിരിക്കണം. സോ ആഗ്നേയ ശിലകളുടെ എക്സാമ്പിൾ ആണ് ഒന്നാമത്തെ ബോക്സിനകത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് നോക്കി വെച്ചോ. റയോലൈറ്റ്, പെക്മെറ്റൈറ്റ്, ഡയോറൈറ്റ്, ആൻഡസൈറ്റ്, ഗാബ്രോ, ഡോളറൈറ്റ്, ഡ്യൂണൈറ്റ്. ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? ആഗ്നേയ ശിലകൾക്ക് എക്സാമ്പിൾ ആണ്. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ഇഗ്നിയസ് റോക്കിന് എക്സാമ്പിൾ ആണ്. ദെൻ രണ്ടാമത്തത് മെറ്റമോർഫിക് റോക്ക്. മെറ്റമോർഫിക് റോക്കിന് എക്സാമ്പിൾ ചോദിച്ചാൽ നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത് 2 പോയിന്റ് ആയിരിക്കും, അല്ലെങ്കിൽ 2 പേരായിരിക്കും ഓർമ്മ വരുന്നത്. ഏതൊക്കെയാണ്? മാർബിളും സ്ലേറ്റും.
മാർബിളും സ്ലേറ്റും ആൾറെഡി ഇതാ ഇവിടെ കിടപ്പുണ്ട്. മാർബിളും സ്ലേറ്റും നിങ്ങൾക്ക് അറിയാവുന്ന രണ്ട് എക്സാമ്പിൾ, മാർബിളും സ്ലേറ്റും. എന്നാൽ ബാക്കി ഇതാ പിടിച്ചോ, ഷിസ്റ്റ്, നൈസ് എന്ന് പറയുന്ന റോക്ക്, കോർട്ടസൈറ്റ് എന്ന് പറയുന്ന റോക്ക്, ചാർണോക്കൈറ്റ് എന്ന് പറയുന്ന റോക്ക്, ചാർണോക്കൈറ്റ് എന്ന് പറയുന്ന റോക്ക്. എടാ ഇവിടെ നൈസ് എന്ന് പറയുന്ന റോക്ക് നിങ്ങൾ കാണുന്നുണ്ട്, മെറ്റമോർഫിക് റോക്കാണ്. നമ്മൾ മരുഭൂമി എന്നുള്ള ചാപ്റ്ററിൽ ഇന്ത്യയുടെ പീഠഭൂമി എടുത്തു നോക്കിയാൽ ഇന്ത്യയുടെ ഉപദ്വീപീയ ഭാഗത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന റോക്ക് ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അത് ഈ പറയുന്ന ഗ്രാനൈറ്റും നൈസ് എന്നൊക്കെ പറയുന്ന റോക്കാണ്. ഭൂമിയുടെ ഉള്ളിലെ കടുത്ത ചൂടും മർദ്ദവും കാരണം രൂപപ്പെട്ട ശിലകൾക്ക് ഉദാഹരണമാണ് ഈ പറയുന്ന നൈസ് എന്ന് പറയുന്ന റോക്ക്. സോ അതൊന്ന് ഓർത്തു വച്ചിരിക്കാം. എങ്കിൽ അടുത്തതാണ് സെഡിമെന്ററി റോക്ക് അല്ലെങ്കിൽ അവസാദ ശിലകൾ. അവസാദ ശിലകളുടെ എക്സാമ്പിളൂടെ പിടിച്ചു വെച്ചോ, ഒരിക്കലും മറന്നു പോകരുത്. നമ്മുടെ മനസ്സിൽ രണ്ടെണ്ണം ഒരിക്കൽ എപ്പോഴും ഓർമ്മ, ഒന്ന് ചുണ്ണാമ്പ് കല്ല്, മറ്റൊന്ന് മണൽക്കല്ല്. ചുണ്ണാമ്പ് കല്ലും മണൽക്കല്ലും ദാ ഇവിടെ കിടപ്പുണ്ട്. സാൻഡ് സ്റ്റോൺ, ലൈം സ്റ്റോൺ. അത് മാത്രമല്ല ഷെയില് നല്ലൊരു എക്സാമ്പിൾ ആണ്. കോറൽ റീഫ്സ്, ചോക്ക്, കോൾ, കൽക്കരി, ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? സെഡിമെന്ററി റോക്കിന് എക്സാമ്പിൾ ആണ്. അപ്പൊ വിവിധ തരത്തിലുള്ള റോക്കുകളെ കുറിച്ച് പഠിച്ചു. റോക്കുകളെ കുറിച്ച് അല്ലെങ്കിൽ ശിലകളെ കുറിച്ചുള്ള ചെറിയൊരു ഡെഫിനിഷനും ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ട്. എന്താണ് ആഗ്നേയശില, എന്താണ് അവസാദശില, എന്താണ് കായാന്തരിത ശില? മറന്നു പോകരുത്. ഇതിൽ കായാന്തരിത ശിലയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശില ചോദിച്ചാൽ ഏതാണ്? മെറ്റമോർഫിക് റോക്ക് അല്ലെങ്കിൽ കായാന്തരിത ശില. ആഗ്നേയശിലയ്ക്ക് എക്സാമ്പിൾ ഗ്രാനൈറ്റും ബസാൾട്ടും. ഈ പറയുന്ന കായാന്തരിത ശിലയ്ക്ക് എക്സാമ്പിൾ മാർബിളും സ്ലേറ്റും. അവസാദ ശിലകൾക്ക് എക്സാമ്പിൾ മണൽക്കല്ലും ചുണ്ണാമ്പ് കല്ലും. ഇതാണ് പ്രധാനപ്പെട്ട ശിലകളുമായി ബന്ധിപ്പിച്ച് അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രാഥമിക വിവരം. അതിനുശേഷം നമ്മൾ 3 സെറ്റിനും പറ്റിയ എക്സാമ്പിൾസും പഠിച്ചിട്ടുണ്ട്. ഇനി ഒരിക്കലും ഈ ചോദ്യം നിങ്ങൾ തെറ്റിക്കരുത്. PSCയുടെ സ്ഥിരം ചോദ്യമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ആഗ്നേയശിലയ്ക്ക് ഉദാഹരണം ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ സെഡിമെന്ററി റോക്കിന് എക്സാമ്പിൾ ഏത്? ഇതൊരിക്കലും ഇനി മറന്നു പോകരുത്. ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യത്തിലോട്ട് പോവാലോ. അപ്പൊ നമ്മൾ നമ്മുടെ ഇന്നത്തെ 3ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. 3ാമത്തെ ചോദ്യവും വേൾഡ് ജോഗ്രഫിന്ന് തന്നെയുള്ള ചോദ്യമാണ്. ഒരു എക്സാമിന് ചോദിച്ച വേൾഡ് ജോഗ്രഫിയുടെ 3ാമത്തെ ചോദ്യം എന്താണ് ക്ലിഫ്? പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഈ ചോദ്യവും പുതിയ SCERT 2024 പുറത്തിറക്കിയ പുതിയ SCERT 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എന്താണ് ചോദ്യം എന്ന് നോക്കാം. എന്താണ് ക്ലിഫ്? ഇത് തിരമാലയുമായി ബന്ധപ്പെട്ട ഭൂരൂപമാണ്. ഇതൊരു ശിലയുടെ പേരാണ്. ഇതൊരു കൊടുമുടിയാണ്. ഇത് നദികൾ സൃഷ്ടിക്കുന്ന നിക്ഷേപ സമതലമാണ്. ഇതാണ് ചോദ്യം. എന്താണ് ക്ലിഫ്? ഇത് തിരമാലയുമായി ബന്ധപ്പെട്ട ഭൂരൂപമാണ്. ഇതൊരു ശിലയുടെ പേരാണ്. ഇതൊരു കൊടുമുടിയാണ്. ഇത് നദികൾ സൃഷ്ടിക്കുന്ന നിക്ഷേപ സമതലമാണ്. ഇതാണ് ചോദ്യം. അപ്പോൾ ചോദ്യം നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി. എന്താണ് ക്ലിഫ് എന്നുള്ളതിനുള്ള ഒരു ഡെഫിനിഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഭൂരൂപങ്ങൾ എന്ന് പറയുന്ന ലാൻഡ് ഫോംസ് എന്ന് പറയുന്ന മേഖലയിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. നിങ്ങൾ കൃത്യമായിട്ടൊന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ ചോദ്യം എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചുള്ള ചോദ്യമായിരുന്നു? എന്തുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു? അത് കാറ്റുകളുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ശിലകളെ കുറിച്ചുള്ള ചോദ്യമായിരുന്നു. 3ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഭൂരൂപങ്ങളെ കുറിച്ചുള്ള ചോദ്യമാണ്. 3ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നോക്കിയതിന് ശേഷം അതിന്റെ സോഴ്സ് എവിടെയാണെന്ന് നമുക്കൊന്ന് തപ്പി നോക്കാം. അപ്പൊ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ ക്ലാരിറ്റി വരും. മക്കളെ, ഇതിന്റെ ഉത്തരം എന്താണ് ക്ലിഫ്? ക്ലിഫ് നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരേണ്ട ഒരു ക്ലിഫ് ഏതാ? വർക്കല ക്ലിഫ്. മറന്നു പോകാത്ത സാധനം വർക്കല ക്ലിഫ്. അത് മാത്രം ഓർത്താൽ മതി, ഉത്തരം ഇവിടെ കിട്ടും. ഇത് തിരമാലയുമായി ബന്ധപ്പെട്ട ഭൂരൂപമാണ്. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ഉത്തരം. മക്കളെ, ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് 9ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം 2 ഭാഗം 2ലെ തീരങ്ങളിലൂടെ എന്ന് പറയുന്ന 8ാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ്. ഈ ഒരു ചാപ്റ്ററിനകത്ത് തിരമാലയെക്കുറിച്ച് അല്ലെങ്കിൽ ഈ പറയുന്ന തിരമാലയുടെ ഫലമായി രൂപപ്പെടുന്ന ഭൂരൂപങ്ങളെ കുറിച്ച് വ്യക്തമായി ഈ ഒരു ചാപ്റ്ററിനകത്ത് പറയുന്നുണ്ട്. ഒരുപാട് പുതിയ പുതിയ ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റിയൊരു ചാപ്റ്ററാണ് ഈ ഒരു ചാപ്റ്റർ. സോ നമുക്ക് ഈ ചാപ്റ്ററിന്റെ ഈ ഒരു ഭാഗത്തേക്ക് കടക്കാം. ഇവിടെ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് തീര ഭൂരൂപങ്ങൾ എന്ന് പറയുന്ന സാധനം. മക്കളെ, പൊതുവെ ഭൂരൂപങ്ങൾ എന്ന് പറയുന്നത് 2 രീതിയിലാണ് ഉണ്ടാകുന്നത്. പഠിച്ചിട്ടുള്ളവർക്ക് നന്നായിട്ട് അറിയാം. ഒന്നുകൂടെ മക്കളെ ഇവിടെ റിവിഷൻ നടത്തിക്കോ. ഭൂരൂപങ്ങൾ 2 തരത്തിൽ. ഒന്ന് നിക്ഷേപണ ഭൂരൂപങ്ങൾ, 2 അപരദന ഭൂരൂപങ്ങൾ. 1 നിക്ഷേപണ ഭൂരൂപം, 2 അപരദന ഭൂരൂപം. നമ്മൾ ഏതൊരു ഭൂപ്രകൃതി വിഭാഗം എടുത്താലും, നദീജന്യ ഭൂരൂപം എടുത്താലും, തിരമാലയുടെ ഫലമായി രൂപപ്പെടുന്ന ഭൂരൂപം എടുത്താലും, കാറ്റിന്റെ ഫലമായി രൂപപ്പെടുന്ന ഭൂരൂപം എടുത്താലും, അവിടെ എല്ലാം നമുക്ക് എന്ത് കാണാൻ പറ്റും? നിക്ഷേപണത്തിന്റെ ഫലമായി രൂപപ്പെടുന്ന ഭൂരൂപങ്ങളും കാണാൻ പറ്റും. അപരദനത്തിന്റെ ഫലമായി രൂപപ്പെടുന്ന ഭൂരൂപവും കാണാൻ പറ്റും. അപരദനം മീൻസ് ഇറോഷൻ. ഇറോഷന്റെ ഫലമായി ഉണ്ടാകുന്ന ഭൂരൂപം. നിക്ഷേപണം എന്ന് പറയുമ്പോൾ ഡെപ്പോസിഷണൽ ആക്ഷൻ കാരണം രൂപപ്പെടുന്ന ഭൂരൂപം. ഇങ്ങനെ 2 തരത്തിലുമുള്ള ഭൂരൂപങ്ങൾ പൊതുവെ രൂപപ്പെടാറുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ രൂപപ്പെടുന്ന ഭൂരൂപങ്ങൾ എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. പ്രധാനമായിട്ടും തിരമാലയുടെ ഫലമായിട്ട് നിക്ഷേപണ ഭൂരൂപവും അപരദന ഭൂരൂപവും രൂപപ്പെടാറുണ്ട്.
നിക്ഷേപണ ഭൂരൂപത്തിന് എക്സാമ്പിൾ ആണ് നിങ്ങൾ കാണാറുള്ള ബീച്ചുകൾ, ലഗൂണുകൾ, സ്പിറ്റ് അല്ലെങ്കിൽ മണൽ നാക്കുകൾ എന്ന് പറയുന്നത്. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണെന്ന് ചോദിച്ചാൽ നിക്ഷേപണത്തിന്റെ ഫലമായി രൂപപ്പെടുന്ന ഭൂരൂപങ്ങൾക്ക് ഉദാഹരണമാണ്. എന്നാൽ അപരദന ഫലമായി രൂപപ്പെടുന്ന ഭൂരൂപങ്ങൾക്ക് ഉദാഹരണം ചോദിച്ചാൽ അപരദനത്തിന്റെ ഫലമായിട്ട് രൂപപ്പെടുന്ന ഭൂരൂപങ്ങളാണ് ക്ലിഫുകൾ, കടൽ സ്തംഭങ്ങൾ, സമുദ്ര കമാനങ്ങൾ. ഇവയെല്ലാം അപരദനത്തിന്റെ ഫലമായി രൂപപ്പെടുന്ന ഭൂരൂപങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഭൂരൂപങ്ങൾ എന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഓരോ ഭൂപ്രദേശങ്ങളിലെയും വ്യത്യസ്തമായ ഭൂരൂപങ്ങൾ നമുക്ക് കാണാനാകും. നിങ്ങളുടെ SCERTയിലെ കട്ടിംഗ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. വിവിധ ഭൂരൂപ രൂപീകരണ സഹായികളാണിവ നിർമ്മിക്കുന്നത്. കാറ്റ്, ഹിമാനി, നദികൾ എന്നിങ്ങനെയുള്ള വിവിധ ഭൂരൂപീകരണ സഹായികൾ രൂപപ്പെടുത്തുന്ന ഭൂരൂപങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. നിങ്ങൾ ഇവിടെ നോക്കുമ്പോൾ കാണുന്നത് ഒരു ക്ലിഫ് പോലെ കാണപ്പെടുന്ന ഒരു പ്രദേശമുണ്ട്. തിരമാലകൾ ആഞ്ഞു വീശുന്ന ഒരു പ്രദേശം. ഈ തിരമാലകളുടെ വീശ് അല്ലെങ്കിൽ തിരമാലകൾ ഇങ്ങനെ ആഞ്ഞു വീശുന്നതിന്റെ ഫലമായി ഇത് നേരെ നിങ്ങൾ ഈ കാണുന്ന പ്രദേശത്ത് ഒന്ന് അടിക്കുന്നു. ഇതിനെയാണ് നമ്മൾ ക്ലിഫുകൾ എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ഫിഗർ കാണുമ്പോൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവും. നിങ്ങൾ ഇവിടെ പ്രധാനമായിട്ടും കാണുന്നത് അപരദനത്തിന്റെ ഫലമായി രൂപപ്പെടുന്ന ഭൂരൂപങ്ങളെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നിങ്ങളൊരു പ്രദേശം ശ്രദ്ധിച്ച്, ഇതൊരു പ്രദേശമാണ്, ഇത് തീരപ്രദേശമാണ്. തീരപ്രദേശത്ത് നിന്നും തിരമാലകൾ ശക്തിയായി ഈ തീരത്തേക്ക് വന്നടിക്കുകയാണ്. ശക്തമായ തിരമാലകൾ വന്ന് ആഞ്ഞടിക്കുമ്പോൾ ഈ തീരപ്രദേശത്തുള്ള പ്രദേശം എന്ത് ചെയ്യും? അപരദനം അല്ലെങ്കിൽ അവിടെ ഇറോഷൻ സംഭവിക്കും. അങ്ങനെ ഇറോഷൻ സംഭവിക്കുമ്പോൾ തൂക്കനെ അവിടെ പ്രത്യക്ഷപ്പെടുന്ന ചില പ്രദേശങ്ങളുണ്ട്. അവയെയാണ് നമ്മൾ പൊതുവെ ക്ലിഫുകൾ എന്ന് വിളിക്കുന്നത്. നിങ്ങളിതാ ഇവിടെ കാണുന്നത് കണ്ടോ, തിരമാലകൾ ശക്തിയായി അടിക്കുന്നതിന്റെ ഫലമായി ഈ പ്രദേശത്തൊക്കെ എന്ത് സംഭവിച്ചു? അപരദനം സംഭവിച്ചു. അങ്ങനെ അപരദനം സംഭവിച്ച് അവിടെ രൂപപ്പെട്ടതാണ് ക്ലിഫുകൾ എന്ന് പറയുന്ന സാധനം. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ക്ലിഫുകൾ എന്ന് പറയുന്നത്. എന്നാൽ അവിടെ തന്നെ നിങ്ങൾക്ക് കാണാം ചെറിയ ഗുഹകൾ പോലെ രൂപപ്പെടുന്ന പ്രദേശം. അതിനെയാണ് നമ്മൾ സമുദ്ര ഗുഹകൾ എന്ന് വിളിക്കുന്നത്. ഈ പറയുന്ന അപരദനത്തിന്റെ ഫലം ശക്തിയായി ചില പ്രദേശങ്ങളിൽ അടിക്കുമ്പോൾ അവിടെ രൂപപ്പെടുന്ന ഗുഹകൾ പോലുള്ള പ്രദേശങ്ങളെ നമ്മൾ സമുദ്ര ഗുഹകൾ എന്ന് വിളിക്കും. വീണ്ടും നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ കാണുന്ന പ്രദേശം, ഇവിടെ ഈ ഒരു സൈഡിലും ഇതിന്റെ മറുവശത്തും ശക്തമായ തിരമാലകളുടെ എഫക്റ്റ് ഉണ്ടാകുന്നു. ശക്തമായ അപരദന പ്രക്രിയകൾ നടക്കുന്നു. ആ അപരദന പ്രക്രിയകളുടെ ഫലമായി അവിടെ എന്ത് സംഭവിക്കുന്നു? ആ അപരദന പ്രക്രിയകളുടെ ഫലമായി അവിടെ രണ്ട് സൈഡിലും അപരദനം സംഭവിച്ച് ഒരു ടണല് പോലെ, തുരങ്കം പോലെയുള്ള ഒരു ഭൂരൂപം പ്രത്യക്ഷപ്പെടുന്നു. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സമുദ്ര കമാനം. എന്തെന്ന് വിളിക്കുന്നു? സമുദ്ര കമാനം എന്ന് വിളിക്കുന്നു. മക്കളെ, വീണ്ടും നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചോ, ഈ കാണുന്ന മിച്ചമുള്ള ഈ ഒരു പ്രദേശം, സമുദ്ര കമാനത്തിന്റെ മുകളിലുള്ള ഈ ഭാഗം കൂടെ അപരദനം സംഭവിച്ച് നഷ്ടമായി കഴിഞ്ഞാൽ ഈ കാണുന്ന ഭാഗം ഒരു സ്തംഭം പോലെ, ഒരു പില്ലർ പോലെ കടലിൽ അവശേഷിക്കും. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? കടൽ സ്തംഭം, സീ പില്ലർ, കടൽ സ്തംഭം അല്ലെങ്കിൽ കടൽ പില്ലറുകൾ എന്ന് നമ്മൾ വിളിക്കുന്നു. ഇതാണ് അപരദനത്തിന്റെ ഫലമായി രൂപപ്പെടുന്ന അടുത്ത ഒരു ഭൂരൂപം. അപ്പൊ പ്രധാനമായിട്ടുമുള്ള 4 ഭൂരൂപങ്ങൾ നമ്മൾ പഠിച്ചു. എന്താണ് ക്ലിഫ് എന്ന് പറഞ്ഞു, എന്താണ് സമുദ്ര ഗുഹ എന്ന് പറഞ്ഞു, എന്താണ് സമുദ്ര കമാനം എന്ന് പറഞ്ഞു, എന്താണ് സമുദ്ര സ്തംഭങ്ങൾ എന്ന് പറഞ്ഞു. എങ്കിൽ നമുക്ക് ഓട്ടിച്ചൊന്ന് നോക്കാം എന്താണെന്ന്. സമുദ്ര തീരങ്ങളിലെ പാറക്കെട്ടുകളിൽ തുടർച്ചയായി തിരമാലയടിക്കുമ്പോൾ തീരശിലകൾ അപരദനത്തിലൂടെ നീക്കം ചെയ്യപ്പെടാറുണ്ട്. ഇതിന്റെ ഫലമായി രൂപപ്പെടുന്ന ചെങ്കുത്തായ കരഭാഗങ്ങളെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ക്ലിഫുകൾ എന്ന് വിളിക്കുന്നു. അതാണ് നിങ്ങൾ കാണുന്ന വർക്കല ക്ലിഫ്. മറന്നു പോകരുത്, മനസ്സിൽ വർക്കല ക്ലിഫ് എന്ന് ആലോചിച്ചാൽ മതി. ഉത്തരം സെറ്റ്. രണ്ടാമത്തെ പോയിന്റ്, തിരമാലകളുടെ അപരദന പ്രക്രിയയുടെ ഫലമായി തിരാശിലകളിൽ ചെറുദ്വാരങ്ങൾ രൂപപ്പെട്ട് ഇവ കാലക്രമേണ വലുതായി സമുദ്ര ഗുഹകളായി രൂപപ്പെടുകയും ചെയ്യുന്നു. ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? സമുദ്ര ഗുഹകൾ എന്ന് വിളിക്കുന്നു. സമുദ്രത്തിലേക്ക് തള്ളി നിൽക്കുന്ന തിരാശിലാഭാഗത്ത് തിരമാലയുടെ അപരദനം മൂലം ഇരുവശങ്ങളിൽ നിന്നും സമുദ്ര ഗുഹകൾ രൂപപ്പെടുന്നു. കാലക്രമേണ നിരന്തരമായ അപരദന പ്രക്രിയയിലൂടെ ഇരു ഗുഹകളും കൂടിച്ചേർന്ന് കമാന ആകൃതി കൈവരിക്കുന്നു. ഇതാണ് സമുദ്ര കമാനം. ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? സമുദ്ര കമാനം എന്ന് വിളിക്കുന്നു. സമുദ്ര കമാനങ്ങളുടെ മേൽക്കൂര ഭാഗം തുടർ അപരദനത്തിലൂടെ തകരുമ്പോൾ കടലിലേക്ക് തള്ളി നിൽക്കുന്ന കമാന ഭാഗം തീരത്ത് നിന്നും വേർപെട്ട് ഒരു തൂണ് പോലെ ബാക്കിയാവുന്നു. ഇവയാണ് സമുദ്ര സ്തംഭങ്ങൾ. ഇവയെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? സമുദ്ര സ്തംഭങ്ങൾ എന്ന് വിളിക്കുന്നു. സോ ഇതാണ് പ്രധാനപ്പെട്ട ഭൂരൂപങ്ങൾ. മക്കളെ, ഇതും SCERTയിലെ ഭാഗമാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാൻ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലിഫുകളെ കുറിച്ച് പറയുന്ന പോയിന്റ്, ചെങ്കുത്തായ കരഭാഗങ്ങളാണ് ക്ലിഫുകൾ, നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യം. അടുത്തത്, ചെറുദ്വാരങ്ങൾ രൂപപ്പെട്ട് ഇവ കാലക്രമേണ വലുതായ സമുദ്ര ഗുഹകളായി മാറുന്നു, നമ്മൾ പറഞ്ഞു.
ഇരു ഗുഹകളും കൂടിച്ചേർന്ന് കമാന ആകൃതി കൈവരിക്കുന്നു. ഇതിനെ എന്തെന്ന് വിളിക്കുന്നു? സമുദ്ര കമാനം എന്ന് വിളിക്കുന്നു. ദെൻ തൂണുപോലെ ബാക്കിയാവുന്നു. ഇവയാണ് സമുദ്ര സ്തംഭങ്ങൾ. നമ്മൾ പറഞ്ഞ എല്ലാ പോയിന്റുമായി. അപ്പൊ ഇതെല്ലാം എന്താണെന്ന് പറഞ്ഞു? അപരദനത്തിന്റെ ഫലമായി രൂപപ്പെടുന്ന ഭൂരൂപങ്ങൾ ആണെന്ന് നമ്മൾ വ്യക്തമായി പറഞ്ഞു. എങ്കിൽ ഓട്ടോമാറ്റിക്കലി നിക്ഷേപണത്തിന്റെ ഫലമായി അവിടെ ഭൂരൂപങ്ങൾ രൂപപ്പെടാറുണ്ട്. അതെന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാം. നിക്ഷേപണത്തിന്റെ ഫലമായി രൂപപ്പെടുന്ന ഭൂരൂപമാണ് ലഗൂൺ എന്ന് പറയുന്നത്, അതേപോലെ ബീച്ച് എന്ന് പറയുന്നത്, മണൽ നാക്ക് എന്ന് പറയുന്നത്, അതുപോലെ മറ്റൊന്നാണ് പൊഴികൾ എന്ന് പറയുന്നത്. പൊഴി. വേലിയേറ്റത്തിനും വേലിയിറക്കത്തിനും ഇടയിൽ തിരമാലയുടെ ഭാഗമായിട്ട് നടക്കുന്ന നിക്ഷേപണ പ്രവർത്തനത്തിന്റെ ഫലമായി ചരലും മണലും എല്ലാം ഡെപ്പോസിറ്റ് ചെയ്ത് രൂപപ്പെടുന്ന പ്രദേശമാണ് നമ്മൾ ഈ കാണുന്ന ബീച്ച് എന്ന് പറയുന്ന പ്രദേശം. കടൽ തീരത്തിന് സമാന്തരമായി തന്നെ തിരമാലകളുടെ നിക്ഷേപണ പ്രവർത്തനത്തിന്റെ ഫലമായി ഡെപ്പോസിറ്റ് ചെയ്ത് രൂപപ്പെടുന്ന ചില പ്രദേശങ്ങളുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പൊഴികൾ എന്ന് വിളിക്കുന്നത്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? പൊഴികൾ എന്ന് വിളിക്കും. എങ്കിൽ ലാസ്റ്റ് വണ്ണാണ് മണൽനാക്ക്. കടലിലേക്ക് തള്ളി നിൽക്കുന്ന ചില ഭാഗങ്ങളുണ്ട്, അവയാണ് നമ്മൾ മണൽനാക്കുകൾ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ സ്പിറ്റ് എന്ന് പൊതുവെ പറയാറുള്ളത്. അപ്പൊ പ്രധാനപ്പെട്ട നിക്ഷേപണ ഭൂരൂപങ്ങൾ ഏതൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. എങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. വേലിയേറ്റ നിരപ്പിനും വേലി ഇറക്ക നിരപ്പിനും ഇടയിൽ തിരമാലയുടെ നിക്ഷേപണ പ്രവർത്തനത്താൽ മണൽ, ചരൽ എന്നിവ അടിഞ്ഞ് രൂപപ്പെടുന്ന താൽക്കാലിക നിക്ഷേപമാണ് ബീച്ചുകൾ എന്ന് വിളിക്കുന്നത്. കടൽ തീരത്തിന് സമാന്തരമായി തിരമാലകളുടെ നിക്ഷേപണ പ്രവർത്തനത്താൽ രൂപപ്പെടുന്ന താൽക്കാലിക മണൽത്തിട്ടകളാണ് പൊഴികൾ എന്ന് വിളിക്കുന്നത്. കരയിൽ നിന്നും കടലിലേക്ക് നീണ്ടു നിൽക്കുന്ന മണൽത്തിട്ടകളാണ് മണൽ നാക്കുകൾ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ സ്പിറ്റ് എന്ന് നമ്മൾ പറയും. ഇംഗ്ലീഷിൽ എന്തെന്ന് വിളിക്കുന്നു? സ്പിറ്റ് എന്ന് വിളിക്കും. സോ ഇതാണ് പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. ഒന്ന് ബീച്ച്, മറ്റൊന്ന് പൊഴികൾ, മറ്റൊന്ന് സ്പിറ്റ് അല്ലെങ്കിൽ മണൽ നാക്കുകൾ. ഇതാണ് 3 വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ നിക്ഷേപണ ഭൂരൂപങ്ങൾ. അപ്പൊ തിരമാലയുടെ ഫലമായിട്ട് രൂപപ്പെടുന്ന അപരദന ഭൂരൂപങ്ങൾ ഏതൊക്കെയാണ്, നിക്ഷേപണ ഭൂരൂപങ്ങൾ ഏതൊക്കെയാണ് എന്ന് മനസ്സിലായി മക്കളെ. അപ്പൊ നമ്മൾ ഇപ്പോൾ 3 ചോദ്യങ്ങളാണ് നോക്കിയത്. 3 ചോദ്യങ്ങൾ. ഇതിൽ ഒന്നാമത്തെ മേഖല എന്ന് പറയുന്നത് വേൾഡ് ജോഗ്രഫിയുമായി റിലേറ്റ് ചെയ്തുകൊണ്ട് കാറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്നുമുള്ള ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നതും വേൾഡ് ജോഗ്രഫിയിൽ നിന്നുകൊണ്ട് തന്നെയായിരുന്നു, റോക്കുകളുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം. മൂന്നാമത്തെ ചോദ്യവും വേൾഡ് ജോഗ്രഫിയിൽ നിന്ന് തന്നെയായിരുന്നു, ലാൻഡ് ഫോംസ് എന്ന് പറയുന്ന മേഖലയിൽ നിന്നായിരുന്നു മൂന്നാമത്തെ ചോദ്യം. ഇവിടുത്തെ പ്രത്യേകത, ഈ 3 ചോദ്യങ്ങളും വന്നിരിക്കുന്നത് എവിടെ നിന്ന് തന്നെയാണ്? SCERT നിന്ന് തന്നെയാണ് വന്നിരിക്കുന്നത്. സോ SCERTയുടെ ഇമ്പോർട്ടൻസ് എഗെയിൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. 4ാമത്തെ ചോദ്യം, ഈ എക്സാമിന് ചോദിച്ച 4ാമത്തെ ജോഗ്രഫിയുടെ ചോദ്യം. താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്ത ഭൂരൂപം ഏതെന്ന് തിരിച്ചറിയുക. താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്ത ഭൂരൂപം ഏതെന്ന് തിരിച്ചറിയുക. അപവഹനഗർത്തം, കൂൺശിലകൾ, ടെറായി, മണൽമേടുകൾ. 4 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് അപവഹനഗർത്തം, മറ്റൊന്ന് കൂൺശിലകൾ, മറ്റൊന്ന് ടെറായി, മറ്റൊന്ന് മണൽമേടുകൾ. മക്കളെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇതിന്റെ ഉത്തരം എന്തായിരിക്കും? ഉത്തരം കിട്ടിക്കാണുമല്ലോ. അപവഹനഗർത്തം ഓക്കെ, കൂൺശിലകൾ ഓക്കെ, ടെറായി നിങ്ങൾ എവിടെയാ കേട്ടിട്ടുള്ളത്? ടെറായി നിങ്ങൾ കേട്ടിട്ടുള്ളത് സമതലത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ, പ്ലെയിൻസിനെ കുറിച്ച് പഠിക്കുമ്പോഴാണ് നമ്മൾ ടെറായിയെ കുറിച്ചൊക്കെ പഠിക്കുന്നത്. സോ ഇവിടെ മെയിൻലി ബാക്കിയുള്ള 3 എണ്ണത്തിനെയും പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ബാക്കി 3 എണ്ണവും ലാൻഡ് ഫോംസ് തന്നെയാണ്, വിവിധ തരത്തിലുള്ള ഭൂരൂപങ്ങളാണ്. പക്ഷെ ഇത് ബാക്കി മൂന്നും, അതായത് ഈ അപവഹനകൃത്തമാണെങ്കിലും കൂൺശിലകളാണെങ്കിലും മണൽമേടുകളാണെങ്കിലും, അവ 3ഉം രൂപപ്പെടുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, കാറ്റിന്റെ ഫലമായിട്ട് രൂപപ്പെടുന്ന മരുഭൂമികളിൽ രൂപപ്പെടുന്ന ഭൂരൂപങ്ങൾക്ക് ഉദാഹരണമാണ്. എന്നാൽ ഈ പറയുന്ന ടെറായി എന്ന് പറയുന്ന പോർഷൻ എന്തുമായി റിലേറ്റ് ചെയ്തതാണ്? നമ്മുടെ സമതലവുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഭാഗമാണ് ടെറായി എന്ന് പറയുന്ന പ്രദേശം. അവിടെയാണ് നിങ്ങൾ ഖാദറും ഭങ്കറും ബാബറും ടെറായി ഒക്കെ നിങ്ങൾ പഠിക്കാറുള്ളത്. അത് ആ ഒരു ഭാഗമാണ്. സോ ബാക്കി 3 എണ്ണവും എന്തുമായി റിലേറ്റ് ചെയ്തതാണ്? എഗെയിൻ ഭൂരൂപങ്ങൾ അല്ലെങ്കിൽ ലാൻഡ് ഫോംസുമായി റിലേറ്റ് ചെയ്തതാണ്. സോ 4ാമത്തെ ചോദ്യവും വേൾഡ് ജോഗ്രഫി എന്ന് തന്നെയുള്ള ചോദ്യം. ഏത് മേഖല എന്ന് ചോദിച്ചാൽ ലാൻഡ് ഫോംസ് എന്ന് പറയും. എഗെയിൻ വീണ്ടും ഒരു പോയിന്റ്, ഇതും SCERT നിന്ന് തന്നെയുള്ള ചോദ്യം. SCERTയിലെ 7ാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യം. മുൻപ് നമ്മൾ തിരമാലയുടെ ഭൂരൂപം പറഞ്ഞത് 8ാമത്തെ ചാപ്റ്റർ ആയിരുന്നു എന്നുണ്ടെങ്കിൽ, ഈ പറയുന്ന ലാൻഡ് ഫോംസിന്റെ ഈ ഒരു ചോദ്യം, ഭൂരൂപങ്ങളുടെ ഈ ചോദ്യം വന്നിരിക്കുന്നതും SCERTയിൽ 9ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ്. എഗെയിൻ SCERTയുടെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ നമുക്ക് ഇതിന്റെ ഉത്തരം മനസ്സിലായി എങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളിലേക്ക് പോവാം. നമ്മൾ ഭൂരൂപങ്ങളെ കുറിച്ച് കഴിഞ്ഞ ചോദ്യത്തിൽ മനസ്സിലാക്കിയതാണ്. അവിടെ നിങ്ങൾ കേട്ട കാര്യമാണ്, ഭൂരൂപങ്ങൾ രൂപപ്പെടുമ്പോൾ അവിടെ അപരദനത്തിന്റെയും നിക്ഷേപണത്തിന്റെയും ഫലമായി ഭൂരൂപങ്ങൾ രൂപപ്പെടാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെയും അപരദനത്തിന്റെയും നിക്ഷേപണത്തിന്റെയും ഫലമായിട്ട് ഭൂരൂപങ്ങൾ രൂപപ്പെടുന്നുണ്ട്.
അപ്പൊ മക്കളെ ഇതാ ഇവിടെ ശ്രദ്ധിച്ചോ, ഈ ഒരു സ്ലൈഡിൽ നിങ്ങൾ കാണുന്നതാണ് പ്രധാനപ്പെട്ട ഭൂരൂപങ്ങൾ. എടാ നിങ്ങൾ ഈ കാണുന്നത് അപവഹന ഗർത്തങ്ങൾ, മറ്റത് ഗുഹകൾ, മറ്റൊന്ന് കൂൺശിലകൾ, മറ്റൊന്ന് മണൽമേടുകൾ. ഇത് നാലും ഈ പറയുന്ന മരുഭൂമികളിൽ കാണപ്പെടുന്ന ഭൂരൂപങ്ങൾക്ക് ഉദാഹരണമായിട്ടുള്ളവയാണ്. അപവഹന ഗർത്തങ്ങളാണെങ്കിലും ഗുഹകളാണെങ്കിലും കൂൺശിലകളാണെങ്കിലും മണൽമേടുകളാണെങ്കിലും ഇത് നാലും പ്രധാനമായിട്ടും മരുഭൂമിയിൽ കാണപ്പെടുന്ന വ്യത്യസ്ത തരത്തിലുള്ള ഭൂരൂപങ്ങൾക്ക് ഉദാഹരണമാണ്. അതായത് നിങ്ങൾക്ക് ആൾറെഡി ഒരു കാര്യം അറിയാം, അപരദനത്തിന്റെയും നിക്ഷേപണത്തിന്റെയും ഫലമായി ഭൂരൂപങ്ങൾ രൂപപ്പെടാറുണ്ട്. ഈ കാണുന്ന അപവഹന ഗർത്തങ്ങൾ എന്ന് പറയുന്നത് അപരദനത്തിന്റെ ഫലമായി രൂപപ്പെടുന്നതാണ്. അതേസമയം ഈ പറയുന്ന മണൽമേടുകൾ എന്ന് പറയുന്നത് നിക്ഷേപണത്തിന്റെ ഫലമായി രൂപപ്പെടുന്ന ഭൂരൂപങ്ങൾക്ക് ഉദാഹരണമാണ്. സോ പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, അപരദനത്തിന്റെ ഫലമായിട്ടും നിക്ഷേപണത്തിന്റെ ഫലമായിട്ടും രൂപപ്പെടുന്ന ഭൂരൂപങ്ങളെ കുറിച്ചാണ് പ്രധാനമായിട്ടും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് കൂൺശിലകളെ കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത്. നിങ്ങൾ മരുഭൂമിയിലേക്ക് പോകുമ്പോൾ ഇതുപോലെ കൂണിന്റെ ആകൃതിയിലുള്ള ചില ശിലകൾ നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. ഈ ശിലകളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇതിന്റെ ഈ ഒരു താഴ്ന്ന ഭാഗത്ത് മുഴുവനും അപരദനം സംഭവിച്ച് അല്ലെങ്കിൽ കാറ്റിന്റെ ഫലമായിട്ട് നല്ല രീതിയിലുള്ള അപരദനം സംഭവിക്കുന്നുണ്ട്, ഇറോഷൻ സംഭവിക്കുന്നുണ്ട്. പക്ഷേ മുകൾ ഭാഗങ്ങളിൽ ആ ഒരു ഇറോഷൻ സംഭവിക്കുന്നില്ല. നമ്മൾ മരുഭൂമിയിലേക്ക് പോകുമ്പോൾ മരുഭൂമിയിൽ കാണപ്പെടുന്ന ഭൂരൂപങ്ങളിൽ രണ്ടെണ്ണം പറഞ്ഞു, അപരദനവും അതുപോലെ തന്നെ നിക്ഷേപണത്തിന്റെയും ഫലമായി ഭൂരൂപങ്ങൾ ഉണ്ടാകുമെന്ന്. ഇവിടെ അപരദനം സംഭവിക്കുമ്പോൾ ഈ ഭാഗങ്ങളിലുള്ള ശിലകൾക്ക് എന്ത് സംഭവിക്കുന്നു? അപക്ഷയം സംഭവിച്ച് അവ നഷ്ടമായി പോകുന്നുണ്ട്. പക്ഷേ മുകളിലോട്ടുള്ള ഭാഗങ്ങളിൽ അത് സംഭവിക്കില്ല. ഇതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇതുവഴി കടന്നു പോകുന്ന കാറ്റിൽ ഈ പ്രദേശത്തുള്ള മണലും മറ്റു വസ്തുക്കളുടെയൊക്കെ അവശിഷ്ടങ്ങൾ ഉണ്ട്. ഇതെല്ലാം കാറ്റ് ഇതുവഴി പോകുമ്പോൾ ഇവിടെ ഇങ്ങനെ തട്ടിയും മുട്ടിയും ഈ പ്രദേശത്തൊക്കെ എന്ത് സംഭവിക്കും? കാര്യമായ അപരദന പ്രക്രിയ നടക്കും. അതിന്റെ ഫലമായി എന്ത് സംഭവിക്കുമെന്നറിയോ? ഈ പ്രദേശങ്ങളിൽ നല്ല രീതിയിൽ അപരദനം സംഭവിച്ച് കൂണിന്റെ ആകൃതിയിലുള്ള ശിലകൾ രൂപപ്പെടും. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കലി ഒരു ഡൗട്ട് വരും, എങ്കിൽ മുകളിലുള്ള ഭാഗം എന്തുകൊണ്ട് അപരദനം സംഭവിക്കുന്നില്ല? മുകളിലുള്ള ഭാഗത്ത് അപരദനം സംഭവിക്കാത്തതിന് കാരണം ചോദിച്ചാൽ അതിനുള്ള റീസൺ ഇത്രയേ ഉള്ളൂ, കാറ്റിന് ഒരു പരിധിവരെ വസ്തുക്കളെ ഉയർത്തിക്കൊണ്ടു പോകുവാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് മുകളിലോട്ടുള്ള ഭാഗങ്ങളിൽ അധികം അപരദനം സംഭവിക്കാത്തത്. സോ ഇതാണ് ഈ ഒരു കൂൺശിലകൾ ഉണ്ടാകുന്നതിന്റെ പിറകിലെ റീസൺ. അപ്പൊ നിങ്ങൾ ഇവിടെ കേട്ടൊരു വാക്കുണ്ട്, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, കാറ്റ് വഹിച്ചുകൊണ്ടുപോകുന്ന വസ്തുക്കൾ മറ്റു വസ്തുക്കളിൽ തട്ടി അവിടെ അപരദനം സംഭവിക്കുന്നു. അതിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, അബറേഷൻ എന്ന് വിളിക്കും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അബറേഷൻ. മലയാളത്തിൽ അപകർഷണം എന്ന് വിളിക്കും. അതിനെ മലയാളത്തിൽ നമ്മൾ അപകർഷണം എന്ന് വിളിക്കും. ഇതും ഒരു തരത്തിലുള്ള അപരദന പ്രക്രിയയാണ്. ഈ പറയുന്ന വസ്തുക്കൾ വന്ന് തട്ടി മറ്റൊരു വസ്തുവിൽ ഇറോഷൻ ഉണ്ടാക്കുന്ന എഫക്റ്റ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അപകർഷണം. സോ ഇതാണ് അപകർഷണം അല്ലെങ്കിൽ അബറേഷൻ എന്ന് പറയുന്ന പോയിന്റ്. അതുപോലെ മറ്റൊരു പോയിന്റ് ഓർത്ത് വെച്ചിരിക്കണം, ഡിഫ്ലേഷൻ. അതുപോലെ മറ്റൊന്നാണ് ഡിഫ്ലേഷൻ എന്ന് പറയുന്ന സാധനം. അതായത് കാറ്റിലൂടെ വഹിച്ചു കൊണ്ടുപോകുന്ന മണലിനെ ഒരു പ്രദേശത്ത് നിന്നും മറ്റൊരു പ്രദേശത്തേക്ക് കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? നമ്മൾ ഈ ഒരു ഡിഫ്ലേഷൻ എന്നുള്ള വാക്കുകൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് അപരദനമെന്നും എന്താണ് അപകർഷണമെന്നും എന്താണ് ഡിഫ്ലേഷൻ എന്നും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി. അതുപോലെ തന്നെ കൂൺശിലകൾ എന്താണ് എന്നും ഇപ്പൊ മനസ്സിലായി. എങ്കിൽ ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു തരത്തിലുള്ള ഭൂരൂപമാണ് മണൽത്തിട്ടകൾ എന്ന് പറയുന്നത്. കാറ്റിന്റെ ഫലമായിട്ട് മണലിനെ ഉയർത്തി മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യും. വിവിധ തരത്തിലുള്ള നിക്ഷേപണ ഭൂരൂപങ്ങളായിട്ടുള്ള മണൽത്തിട്ടകൾ നമുക്ക് ഈ പ്രദേശത്ത് കാണുവാൻ സാധിക്കും. ഇതാണ് ഈ ഒരു പ്രദേശത്തിന്റെ മറ്റൊരു പ്രത്യേകത. അങ്ങനെ രൂപപ്പെടുന്ന മണൽത്തിട്ടകളിൽ ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള മണൽത്തിട്ടകളുണ്ട്. ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള മണൽത്തിട്ടകൾ അറിയപ്പെടുന്ന പേരാണ് ബർക്കൻസ് എന്ന് വിളിക്കുന്നത്. അതുകൂടെ ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെ നമുക്കൊന്ന് ക്രോഡീകരിക്കാം. നിങ്ങൾ ഈ കാണുന്നതാണ് പ്രധാനപ്പെട്ട 4 ഭൂരൂപങ്ങൾ എന്ന് പറഞ്ഞു. പിന്നെ ശിലാപദാർത്ഥങ്ങളെ വലിപ്പത്തിനനുസരിച്ച് ഒരു നിശ്ചിത ഉയരം വരെ മാത്രമേ ഉയർത്താൻ കഴിയൂ. അതിനാൽ മരുഭൂമികളിലെ ശിലകളിൽ അപകർഷണ തീവ്രത ഒരു നിശ്ചിത ഉയരം വരെ കൂടുതലായിരിക്കും. അപകർഷണ തീവ്രത കൂടിയ ഭാഗങ്ങളിൽ കൂടുതൽ തേയ്മാനം സംഭവിക്കുന്നതിനാൽ കൂൺ സമാനമായ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഇത്തരം ഭൂരൂപങ്ങളെ നമ്മൾ കൂൺശിലകൾ എന്ന് വിളിക്കുന്നു. ഇത്തരം ഭൂരൂപങ്ങളെ കൂൺശിലകൾ എന്ന് വിളിക്കുന്നു. ദീർഘകാലത്തെ അപരദന പ്രക്രിയയിലൂടെയാണ് ഇത്തരം ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. കാലാന്തരത്തിൽ കൂൺശിലകൾ കൂടുതൽ തേയ്മാനത്തിന് വിധേയമായി വ്യത്യസ്ത ആകൃതികൾ കൈവരിക്കുന്നു. കാറ്റിന്റെ വേഗത കുറയുമ്പോഴോ കാറ്റിന്റെ സഞ്ചാരത്തിന് തടസ്സമുണ്ടാകുമ്പോഴോ താഴേക്ക് വീഴുന്നു. ഇത്തരത്തിൽ നിക്ഷേപിക്കപ്പെടുന്ന മണൽത്തരികൾ കുന്നുകൂടി പല ആകൃതിയിലും വലിപ്പത്തിലുമുള്ള നിക്ഷേപണ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഇവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് മണൽമേടുകൾ അല്ലെങ്കിൽ സാൻഡ് ഡ്യൂൺസ്. മരുഭൂമിയിൽ വിവിധ ആകൃതിയിലും വലിപ്പത്തിലും മണൽമേടുകൾ രൂപപ്പെടാറുണ്ട്.
കാറ്റിന്റെ നിക്ഷേപണ പ്രക്രിയയാൽ കുന്നുകൂടുന്ന അയഞ്ഞ മണൽക്കൂനകളാണിവ. താർ മരുഭൂമിയിൽ രൂപപ്പെടുന്ന വിവിധ തരം. അപ്പോൾ എന്താണ് മണൽമേടുകൾ എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾക്ക് ഈ ഒരു ഫിഗറിനകത്ത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ ഒരു പോയിന്റ് കൂടെ ഉണ്ട്. കാറ്റിന്റെ ദിശ, വേഗത എന്നിവയ്ക്കനുസരിച്ച് മണൽമേടുകൾക്ക് സ്ഥാനമാറ്റം സംഭവിക്കാറുണ്ട്. എടാ, ഈ ഒരു ചാപ്റ്റർ തുടങ്ങുമ്പോൾ SCERT കൊടുത്തിട്ടുള്ള ഒരു ഭാഗമുണ്ട്. ബെന്യാമിന്റെ ആടുജീവിതത്തിന്റെ ഒരു പാർട്ട് കൊടുത്തിട്ടുണ്ട്. ആ പാർട്ട് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. പ്രധാനമായിട്ടും കാറ്റിന്റെ ദിശ, വേഗത എന്നിവയ്ക്കനുസരിച്ചാണ് മണൽമേടുകൾക്ക് സ്ഥാനമാറ്റം സംഭവിക്കുന്നത് എന്നിവിടെ പറയുന്നുണ്ട്. അപ്പൊ പ്രധാനമായിട്ടും ഒന്ന് ബർക്കൻസ് ആണ്. ബർക്കൻസ് എന്ന് വെച്ചാൽ എന്താണ്? ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള മണൽമേടുകളാണ് ബർക്കൻസ് എന്ന് വിളിക്കുന്നത്. മറ്റൊന്ന് പാരാബോളിക് മണൽമേടുകൾ, സീഫുകൾ, അനുദൈർഘ്യ മണൽമേടുകൾ, രേഖീയ മണൽമേടുകൾ, വിലങ്ങൽ മണൽമേടുകൾ. ഇതാണ് വിവിധ തരത്തിലുള്ള മണൽമേടുകൾ എന്ന് പറയുന്നത്. ഇതിൽ ഈ ഒരു പേര് മാത്രം നിങ്ങൾ നന്നായിട്ട് ഓർത്തു വച്ചിരിക്കുക. എന്താണ് ബർക്കൻസ്? ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള മണൽമേടുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ബർക്കൻസ് എന്നുള്ളത്. അതുകൂടെ ഒന്ന് ഓർത്തു വച്ചിരിക്കുക. അപ്പോൾ നാലാമത്തെ ചോദ്യം എന്തായിരുന്നു? നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നതും പ്രധാനമായിട്ടും ഈ പറയുന്ന ഭൂരൂപങ്ങളെ കുറിച്ചുള്ള ചോദ്യമായിരുന്നു. അപ്പൊ മക്കളെ, നമ്മൾ 4 ചോദ്യങ്ങളാണ് ഈ ഒരു ചോദ്യ പേപ്പറിൽ നിന്ന് ഇപ്പോൾ എടുത്തത്. ആ 4 ചോദ്യങ്ങളും വേൾഡ് ജോഗ്രഫിയിൽ നിന്ന് തന്നെയുള്ള ചോദ്യങ്ങളായിരുന്നു. 4 ചോദ്യങ്ങളും. അതും 4 ചോദ്യങ്ങളും എവിടെ നിന്ന് തന്നെയാണ് വന്നത്? SCERT നിന്ന് തന്നെയാണ് വന്നത്. സോ ഇതാണ് ഈ 4 ചോദ്യങ്ങളുടെ ഒരു പ്രത്യേകത. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എവിടെ നിന്നായിരുന്നു? കാറ്റിൽ നിന്നുമുള്ള ഒരു ചോദ്യമായിരുന്നു. രണ്ടാമത്തെ ചോദ്യത്തിൽ നമ്മൾ എന്താണ് പഠിച്ചത്? ശിലകളെ കുറിച്ച്, റോക്കിനെ കുറിച്ചാണ് പഠിച്ചത്. പ്രധാനമായിട്ടും 3 ടൈപ്പ് റോക്കുകൾ ഉണ്ടെന്നും ആഗ്നേയശിലയും അവസാദ ശിലയും കായാന്തരിത ശിലയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി. അവിടെ ഒരു കാര്യം നിങ്ങൾക്ക് നന്നായിട്ട് ഓർമ്മ വേണം. കേരളത്തിൽ കാണപ്പെടുന്നത് ഏത് ശിലകളാണ് എന്ന് ചോദിച്ചാൽ അത് കായാന്തരിത ശിലയാണോ, അവസാദ ശിലയാണോ, ആഗ്നേയ ശിലയാണോ എന്ന് ചോദിച്ചാൽ കണ്ണും പൂട്ടി എഴുതിക്കൊള്ളണം കായാന്തരിത ശില. ഓരോന്നിനും വ്യക്തമായ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. ആഗ്നേയ ശിലയ്ക്കുള്ള എക്സാമ്പിൾ നമ്മുടെ SCERT 2 എക്സാമ്പിളേ ഉള്ളൂ. അത് ഏതൊക്കെയായിരുന്നു എന്ന് ഓർമ്മയുണ്ടല്ലോ? ആഗ്നേയ ശിലകൾക്ക് 2 എക്സാമ്പിൾ നമ്മൾ പറഞ്ഞത് ഗ്രാനൈറ്റും ബസാൾട്ടും. അതിനുശേഷം ഏറ്റവും അവസാനം നമ്മൾ അവിടെ എന്ത് ചെയ്തു? ഓരോ ശിലകൾക്കുമുള്ള എക്സാമ്പിളുകൾ ഓരോ കാറ്റഗറി ആയിട്ട് നമ്മൾ ടേബിളിൽ തരംതിരിച്ചു. പിന്നെ ഉണ്ടായിരുന്ന 3ാമത്തെയും 4ാമത്തെയും ചോദ്യം എന്ന് പറയുന്നത് ഭൂരൂപങ്ങളുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. ഒന്ന് തിരമാലയുടെ ഫലമായിട്ട് രൂപപ്പെടുന്ന ഭൂരൂപങ്ങൾ, മറ്റൊന്ന് കാറ്റിന്റെ ഫലമായിട്ട് മരുഭൂമികളിൽ രൂപപ്പെടുന്ന ഭൂരൂപങ്ങളെ കുറിച്ചുള്ള ചോദ്യം. അവിടെ നമ്മൾ വ്യക്തമായിട്ട് തിരമാലയിൽ രൂപപ്പെടുന്ന ഭൂരൂപങ്ങൾ ഏതൊക്കെയാണെന്ന് എല്ലാം ക്ലിയർ ചെയ്ത് നമ്മൾ മനസ്സിലാക്കി. ഒന്ന് തിരമാലയുടെ അപരദന ഫലമായി രൂപപ്പെടുന്ന ഭൂരൂപങ്ങൾ, മറ്റൊന്ന് തിരമാലയുടെ നിക്ഷേപണ ഫലമായി രൂപപ്പെടുന്ന ഭൂരൂപങ്ങൾ. അപരദനത്തിന്റെ ഫലമായി അവിടെ രൂപപ്പെടുന്ന ഭൂരൂപങ്ങളാണ് സമുദ്ര കമാനങ്ങൾ, സമുദ്ര ഗുഹകൾ, ക്ലിഫുകൾ, അതേപോലെ തന്നെ സമുദ്ര സ്തംഭങ്ങൾ എന്ന് പറയുന്നത്. അതേസമയം നിക്ഷേപണത്തിന്റെ ഫലമായി രൂപപ്പെടുന്നവയാണ് ബീച്ചുകളും പൊഴികളും ലഗൂണുകളും അതേപോലെ തന്നെ സ്പിറ്റ് അല്ലെങ്കിൽ മണൽ നാക്കുകൾ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ടവ. സോ ഇതാണ് പ്രധാനപ്പെട്ട തിരമാലയുടെ ഭൂരൂപങ്ങൾ. ഫൈനലി ലാസ്റ്റ് ചോദ്യം നമ്മൾ ഇന്നെടുത്തത് മരുഭൂമിയിൽ കാണപ്പെടുന്ന വിവിധ ഭൂരൂപങ്ങളായിരുന്നു. ആ മരുഭൂമിയിലും അപരദനത്തിന്റെയും നിക്ഷേപണത്തിന്റെയും ഫലമുണ്ട്. അവിടെ നമ്മൾ പുതിയൊരു ടേമും കൂടെ പഠിച്ചു, അബറേഷൻ എന്ന് പറയുന്ന ഒരു ടേം. അതേപോലെ മറ്റൊന്നാണ് ഡിഫ്ലേഷൻ എന്ന് പറയുന്ന ടേം. ആ 2 ടേംസും നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വേണം. അബറേഷന്റെ ഫലമായിട്ടാണ് കൂൺശിലകൾ രൂപപ്പെടുന്നത് എന്ന് പറഞ്ഞു. അതൊരു അപരദനത്തിന്റെ ഫലം തന്നെയാണ്. ഡിഫ്ലേഷന്റെ ഭാഗമായിട്ടാണ് ഡിഫ്ലേഷൻ ഹോളോസ് എന്ന് പറയുന്ന ഭാഗം രൂപപ്പെട്ടത് എന്നും നമ്മൾ മനസ്സിലാക്കി. അതായത് ഈ ഒരു എക്സാമിന്റെ 4 ചോദ്യങ്ങൾ ഇപ്പോൾ നിങ്ങളെ വ്യക്തമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 4 മേഖലകളിൽ നിന്നാണ്. ആ 4 മേഖലകളിൽ നിന്നും ചോദിക്കേണ്ട ചോദ്യങ്ങളുടെ മാക്സിമം ഡെപ്തിൽ മാക്സിമം ഒരു റിവിഷൻ എന്ന വണ്ണം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റു ചോദ്യങ്ങളുമായിട്ട് മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് കണ്ടുമുട്ടാം. ഓക്കെ, താങ്ക് യു.